ഹലോ എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർണാക്കൽ ആർക്കിടെക്ചറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സെഷൻസ് ആയിട്ടാണ് ഉള്ളതെന്ന്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതിൽ 9 ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. പാർട്ട് സിയിൽ 7 മാർക്കിൻ്റെ 14 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പോവാം. ഫസ്റ്റ് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ വെർണാക്കുലർ ആർക്കിടെക്ചർ. വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർണാക്കുലർ ആർക്കിടെക്ചർ ഈസ് ആൻ ആർക്കിടെക്ചർ സ്റ്റൈൽ ദാറ്റ് ഈസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ലോക്കൽ നീഡ്സ്, അവൈലബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ലോക്കൽ ട്രഡീഷൻസ്. എന്താണ് ലോക്കൽ നീഡ്സിൻ്റെ അവൈലബിലിറ്റി, ലോക്കൽ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിക്കും കൺസ്ട്രക്ഷൻ ലോക്കലിൻ്റെ നീഡ്സിനുള്ള കൺസ്ട്രക്ഷനിൻ്റെ ബേസ് ചെയ്തിട്ട് പറഞ്ഞൊരു പേരാണ് വെർണാക്കുലർ ആർക്കിടെക്ചർ. ഒരു ലോക്കൽ ട്രഡീഷനും കൺസ്ട്രക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പറഞ്ഞതാണ് വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന്. അടുത്ത ക്വസ്റ്റ്യന് ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് വെർണാക്കുലർ ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ ദെയർ യൂസർ ടൈപ്പ്. വെർണാക്കുലർ ആർക്കിടെക്ചറിൻ്റെ യൂസർ ടൈപ്സ് വെച്ചിട്ട് ഏതൊക്കെയാണ് ബിൽഡിങ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്? ഡൊമസ്റ്റിക്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആൻഡ് റിലീജിയസ്. ഈ 4 ടൈപ്സ് ആയിട്ടാണ് ബിൽഡിങ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ കോബ് ആസ് വെർണാക്കുലർ മെറ്റീരിയൽ. കോബ് എന്ന് പറഞ്ഞാൽ വെർണാക്കുലർ മെറ്റീരിയൽസിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സബ് സോയിൽ, സാൻഡ് ആൻഡ് സ്ട്രോ അലോങ് വിത്ത് വാട്ടർ ടു ബ്രിങ് ടു ഇറ്റ്സ് റൈറ്റ് കൺസിസ്റ്റൻസി. എന്താണ് സബ് സോയിൽ? അത് മണ്ണും മണലും വൈക്കോലും. സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോലും അലോങ് വിത്ത് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റൻസി വരാനുള്ളതിനെ മിക്സ് ചെയ്യുന്നതിന് പറഞ്ഞ പേര് ഇതാണ്. ഫോർ മോൾഡിങ് ഇറ്റ് ഇൻ ടു എ റിക്വയർഡ് ഷേപ്പ്. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള കൺസിസ്റ്റൻസി വേണ്ടിയിട്ട് മിക്സ് ചെയ്യുക, മെറ്റീരിയൽസ് മിക്സ് ചെയ്യുക. ഏതൊക്കെ മെറ്റീരിയൽസാണ്? സബ് സോയിൽ, അതായത് സോയിൽ, മണ്ണ്, സാൻഡ്, മണൽ, വൈക്കോൽ. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തോട് മിക്സ് ചെയ്തിട്ട് അതിന് നമുക്ക് കൺസിസ്റ്റൻസി നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിൻ്റെ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന പറഞ്ഞ പേരാണ് കോബ് എന്നുള്ളത്. അടുത്തത് നെയിം എനി 2 കൺസ്ട്രക്ഷൻ ടെക്നിക്സ് യൂസ്ഡ് ഇൻ വെർണാക്കുലർ ആർക്കിടെക്ചർ. വെർണാക്കുലർ ആർക്കിടെക്ചറിൻ്റെ 2 ഇതിൽ വരുന്നത് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാനാണ്. ടിമ്പർ ഫ്രെയിം കൺസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ റാംഡ് എർത്ത് ഉണ്ട്, അഡോബ് കൺസ്ട്രക്ഷൻ ഉണ്ട്, താച്ച്ഡ് റൂഫ് കൺസ്ട്രക്ഷൻ ഉണ്ട്, വാട്ടൽ ആൻഡ് ഡോബ് കൺസ്ട്രക്ഷൻ. ഇതിന് ഏതെങ്കിലും 2 എഴുതുക എന്നുള്ളതാണ്. ടിമ്പർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ മരം വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. റാംഡ് എർത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അഡോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺ ഡ്രൈഡ് ബ്രിക്സ് വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. താച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ല്, വൈക്കോല്, പാം ലീവ്സ് ഒക്കെ വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഏതെങ്കിലും 2 എടുത്തിട്ട് എഴുതുക എന്നുള്ളത് 1 മാർക്കാണല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് വാട്ട് ആർ ദ മേജർ 2 ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഒഡീഷ. ഒഡീഷയിലുള്ള ഏതെങ്കിലും 2 ട്രൈബൽ സെറ്റിൽമെൻറ്റ്, മേജറായിട്ട് 2 ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണ്? കോന്ത ആൻഡ് സാൻഡൽ സ്റ്റൈൽസ്, അല്ലെങ്കിൽ സാൻഡൽ ട്രൈബ്. കോന്ത ട്രൈബും സാൻഡൽ ട്രൈബുമാണ് ഒഡീഷയിലുള്ള 2 ട്രൈബ്സ് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ലിസ്റ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ടിപ്പിക്കൽ ഹൗസ് ഓഫ് കോന്ത ട്രൈബ്സ്. എന്താണ് കോന്ത ട്രൈബ്സിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എന്തൊക്കെ ലിസ്റ്റ് ചെയ്യാൻ, അത് എഴുതാനാണ്. എ ടിപ്പിക്കൽ ഹൗസ് കൺസിസ്റ്റ് ഓഫ് 1 or 2 റൂംസ് വിത്ത് എ സെപ്പറേറ്റ് കിച്ചൺ റൂം. എന്താണ് ഹൗസിൽ എന്താണ് 1 or 2 റൂമുകളുണ്ടാവും, അതിലൊന്ന് സെപ്പറേറ്റ് കിച്ചണാണ്. അതിന് പറഞ്ഞാൽ ഭോജ എഴുതുന്നു, അതായത് ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ കിച്ചൺ എന്നുള്ളതാണ്. ആൻഡ് കൗ ഷെഡ് കൊഹേലി അറ്റ് ഇറ്റ്സ് ബാക്ക് സൈഡ്. എന്താണ് 2 റൂമാണ് ഉണ്ടാവുക, 1 അല്ലെങ്കിൽ 2 റൂമാണ് ഉണ്ടാവുക. ഒന്ന് കിച്ചണാണ്, ബോജ ചെയ്തു എന്ന് പറയും. മറ്റേത് കൗ ഷെഡ്, കൊഹേരി എന്ന് പറയും, അതായത് തൊഴുത്ത് വീടിൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും. ഈ 2 ഫീച്ചറാണ് കോന്ത സ്റ്റൈലിലെ മെയിൻ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഗിവ് എനി 2 മേജർ ഫീച്ചർ ഓഫ് ഹവേലീസ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ ഹവേലീസിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ മെയിൻ ഫീച്ചേഴ്സിൽ ഒന്നാണ് ഛജ്ജാസ് എന്ന് പറഞ്ഞാൽ സൺഷെയ്ഡ്സ്. പിന്നെ ജരോക്കേലീസ്, അതായത് ബാൽക്കണി. പിന്നെ ജാലീസ്, സ്ക്രീൻ വിൻഡോസ്. ജാലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജാലി വർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ആർക്കിടെക്ചറൽ ടേംസൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. നമുക്ക് ഈ വേർഡ്സിൽ മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഛജ്ജാസ് എന്ന് പറഞ്ഞാൽ സൺഷെയ്ഡ് എന്നാണ്. ജറോക്കാസ് അല്ലെങ്കിൽ ജറോക്കലീസ് എന്ന് പറഞ്ഞാൽ ബാൽക്കണി, വിൻഡോ എന്നൊക്കെ പറയും. പിന്നെ ജാലീസ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ വിൻഡോസ്, അതായത് ഓപ്പണിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അടുത്തത് വാട്ട് ഈസ് ശാല ഇൻ കേരള ആർക്കിടെക്ചർ.
ശാല എന്ന് പറഞ്ഞാൽ എന്താണ് കേരള ആർക്കിടെക്ചറിൽ എ ശാല വാസ് എ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ലിവിങ് റൂം വിത്ത് വെറാൻഡാസ് ഓൺ വൺ ഓർ മോർ സൈഡ്സ്. എന്താണ് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ലിവിങ് റൂമാണ് വിത്ത് വരാന്ത, ഒരു വരാന്ത ഉണ്ടാവും വൺ ഓർ മോർ സൈഡ്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ശാല എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ലിവിങ് റൂമിൽ 4 സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡിൽ എന്താണ് വരാന്ത പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു റൂം. ആ റൂമിന് ഒരു വരാന്ത, ഒരു കോറിഡോർ പ്രൊവൈഡ് ചെയ്തിട്ട് പറഞ്ഞ പേരാണ് ശാല എന്നുള്ളത്. വാട്ട് ഈസ് ധൂങ്കാസ്? ധൂങ്കാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂങ്കാസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നമ്മൾ കണ്ടുവരുന്നൊരു മൂവിങ് ഹൗസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഹൗസിന് പറഞ്ഞതാണ്. ഒരു ബോട്ടിൽ വീട് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞതാണ് ധൂങ്കാസ് എന്നുള്ളത്. അതായത് നമ്മുടെ ഹൗസ് ബോട്ട്, നമ്മുടെ കേരളത്തിൽ നമുക്ക് ഹൗസ് ബോട്ട്സ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞ പേരാണ് ധൂങ്കാസ് എന്നുള്ളത്. ഇത്രയാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് 1 or 2 സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാമെന്നുള്ളതാണ്. പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ആർക്കിടെക്ചറൽ ടേംസാണ്, വെക്കാബുലറീസ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റ് ഇൻ ആർക്കിടെക്ചർ, വെർനാക്കുലർ ആർക്കിടെക്ചർ. എന്താണ് ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വെർനാക്കുലർ ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണെന്ന്. ബിൽഡിംഗ് ഇൻ കോൾഡ് ക്ലൈമറ്റ്സ് ഇൻവാരിയബിളി ഹാവ് ഹൈ തെർമൽ മാസ് ഓർ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ. എന്താണ് കോൾഡ് ക്ലൈമറ്റിൽ എന്താണ് തെർമൽ ഇൻസുലേഷൻ അല്ലെങ്കിൽ ഹൈ മാസ് ഓഫ് എമൗണ്ട് ഇൻസുലേഷന് തെർമലായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്. ദ ആർ യൂഷ്വലി സീൽഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഹീറ്റ് ലോസ് ആൻഡ് ഓപ്പണിംഗ് സച്ച് ആസ് വിൻഡോസ് ടെൻ ടു ബി സ്മാൾ ഓർ ഈവൻ ആബ്സെൻറ്റ് ഓൾ ടുഗെദർ. എന്താണ് അപ്പോൾ ഈ കോൾഡ് കണ്ടീഷൻ എന്താണ് നമുക്ക് ഈ തണുപ്പ് നിലനിർത്താൻ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചൂട് നിർത്താൻ, ചൂടുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് നിർത്താനൊക്കെ എന്താവും ഇവർ കൂടുതലായിട്ട് വിൻഡോസിൻ്റെ എണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാണ്ടാവും ഇവർ ഇതിൻ്റെ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ബിൽഡിംഗ് ഇൻ വാം ക്ലൈമറ്റ് ബൈ കോൺട്രാസ്റ്റ് ടെൻ ടു ബി കൺസ്ട്രക്റ്റഡ് ഓഫ് ലൈറ്റർ മെറ്റീരിയൽ. എന്താണ് വാം ക്ലൈമറ്റിലാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്സൊക്കെ എന്താണ് ലൈറ്റ് ചെറിയ വെയ്റ്റ്ലെസ് അല്ലെങ്കിൽ ലൈറ്റർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക. ടു അലോ സിഗ്നിഫിക്കൻറ്റ് ക്രോസ് വെൻറ്റിലേഷൻ ത്രൂ ഓപ്പണിംഗ് ഇൻ ദ ഫാബ്രിക് ഓഫ് ദ ബിൽഡിംഗ്. എന്താണ് കൂടുതൽ എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ലൈറ്റർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. ബിൽഡിംഗ് ഫോർ എ continental climate must be able to cope with a significant variance in temperature and may be even altered by their occupants according to season. എന്താണ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മിക്സ്ഡ് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ എന്താണ് ഇവർ അവിടെ ഏതാണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ടിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽസ് യൂസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ തെർമലും തെർമൽ കൂടുതലാവും, ഇൻസുലേഷൻ കൂടുതലാവും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് നമ്മുടെ ബിൽഡിങ്ങിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെ ഓപ്പണിങ്സിൻ്റെ ഒക്കെ ഇത് കുറയ്ക്കും, സൈസ് കുറയ്ക്കും, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാണ്ട് നിൽക്കും എന്നുള്ളതാണ്. പിന്നെ എന്താണ് വാം സ്ഥലമാണ്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടും തണുപ്പും കൂടെ മിക്സ് ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റർ മെറ്റീരിയൽസ് വെച്ചിട്ടാവും ഇത് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്താണ് എയർ സർക്കുലേഷൻ നടക്കും എന്നുള്ളത്. പിന്നെ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വേരിയസ് ടെമ്പറേച്ചറിന് ഇതിനൊക്കെ അനുസരിച്ചിട്ട് മെറ്റീരിയൽസ് അതിന് അവിടുത്തെ ക്ലൈമറ്റ് ഏതാണോ അതിനനുസരിച്ച് ബിൽഡിംഗ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വെർനാക്കുലർ ആർക്കിടെക്ചറിൻ്റെ ക്ലൈമറ്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ക്ലൈമറ്റിൽ വേരിയേഷൻസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വാമിന് ഏതാണ്, കോൾഡിന് ഏതാണ്, കോണ്ടിനെൻ്റലിന് ഏതാണെന്നൊക്കെ എങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് കോപ്പ് ആസ് വെർനാക്കുലർ മെറ്റീരിയൽ. Material that are indigenous to a certain region and can be sourced naturally for the construction of buildings. എന്താണ് ബിൽഡിംഗ് മെറ്റീരിയൽസിന് നാച്ചുറായിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കിട്ടും. ദാർ യൂഷ്വലി ക്ലൈമറ്റ് റെസ്പോൺസീവ് ആൻഡ് ടൈഡ് ടു ദ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. എന്താണ് അവിടുത്തെ ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ക്ലൈമറ്റിനോട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതും ട്രഡീഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയതും എന്നുള്ളതാണ്. കോബ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഏത് സ്റ്റൈലിൽ വേണോ മെറ്റീരിയൽ ആ സ്റ്റൈലിൽ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സോയിൽ, അതായത് മണ്ണും മണലും വൈക്കോലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏത് മോഡലാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യൂസിന് പറഞ്ഞ പേരാണ് കോബ് എന്നുള്ളത്.
അപ്പോൾ ആൻഡ് അബണ്ടൻറ്റ് മെറ്റീരിയൽ സീൻ ഇൻ റൂറൽ ഏരിയാസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. എന്താണ് ഒരു അബണ്ടൻറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. കോബ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഈസ് എ തേർമൽ റെസിസ്റ്റൻറ്റ് ആൻഡ് വിൻഡ് പ്രൂഫ്. എന്താണ് തേർമൽ ചൂടിൽ റെസിസ്റ്റൻ്റ് ചെയ്യാനും വിൻഡ് പ്രൂഫിനും കൂടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കോബ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സബ് സോയിൽ, സാൻഡ് ആൻഡ് സ്ട്രോ അലോങ് വിത്ത് വാട്ടർ ടു ബ്രിങ് ദ കൺസിസ്റ്റൻസി. ഏത് ഷേപ്പിലാണ് വേണ്ടത് നമ്മൾ പറഞ്ഞല്ലേ, ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിന് ആ ഷേപ്പിൽ ആ കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോയിൽ, മണൽ, വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പേരാണ് കോബ് എന്നുള്ളത്. അപ്പോൾ കോബ് കൺസ്ട്രക്ഷൻ എന്താണ്, അതിൻ്റെ മെറ്റീരിയൽസ്. അപ്പോൾ ഏതാണ് സ്ഥലം അവിടുത്തെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കോബിൻ്റെ ചൂടും തണുപ്പൊക്കെ മിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ടും ചെയ്യുന്ന ഒരു നല്ല മെറ്റീരിയലാണ്. തേർമൽ റെസിസ്റ്റൻറ്റ്, വിൻഡ് പ്രൂഫാണ്. അതായത് തേർമൽ ചൂടിന് കൺട്രോൾ ചെയ്യാൻ പറ്റും, വിൻഡ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ അഡോബ് കൺസ്ട്രക്ഷൻ അലോങ് വിത്ത് ദെയർ അഡ്വാൻറ്റേജ്. അഡോബ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്. അഡോബ് ബ്രിക്സ് ഓർ മഡ് ബ്രിക്സ് they are often called set made of earth during their very high content of clay and straw. എന്താണ് അഡോബ് ബ്രിക്സ് അല്ലെങ്കിൽ മഡ് ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ്, സ്ട്രോൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ ഭയങ്കര കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അതിനെ പറഞ്ഞ പേരാണ് അഡോബ് എന്നുള്ളത്. കൂടുതലായിട്ട് നമ്മൾ സൺ ഡ്രൈഡ് ബ്രിക്സിനൊക്കെ പറയുന്നതാണ് അഡോബ് ബ്രിക്സ്. ദ എർത്ത് മിക്സ് ഈസ് കാസ്റ്റ് ഇൻ മോൾഡ്സ് ഓൺ ടു ദ ഗ്രൗണ്ട് വിച്ച് ഈസ് ദെൻ ലെറ്റ് ഓപ്പൺ ഡ്രൈ ഔട്ട് ദ അണ്ടർ ദ സൺ. എന്താണ് അതിൻ്റെ നമ്മൾ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രിക്കിൻ്റെ ഷേപ്പിലുണ്ടാക്കിയിട്ട് അതിനെ ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചിട്ട് ഉണക്കിയെടുക്കും. അതിനെ പറഞ്ഞതാണ് അഡോബ് ബ്രിക്സ് അല്ലെങ്കിൽ അഡോബ് കൺസ്ട്രക്ഷൻ എന്നുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡോബ് ബ്രിക്സ് ആർ ഫയർ പ്രൂഫ്, ഡ്യൂറബിൾ ആൻഡ് ബയോഡിഗ്രേഡബിൾ. എന്താണ് ഫയർ പ്രൂഫാണ്, ഡ്യൂറബിളാണ്, കാലം ഈട് നിൽക്കും, പിന്നെ ബയോഡിഗ്രേഡബിളാണ്. ദേ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് തേർമൽ മാസ് ടു എൻഷുർ തേർമൽ ഇൻസുലേഷൻ ആൻഡ് കംഫർട്ട്. എന്താണ് അതിനാവശ്യമുള്ള തേർമൽ മാസ്, അതിന് ആ തേർമലായിട്ടുള്ള ഇൻസുലേഷന്, തേർമൽ കംഫർട്ടിനൊക്കെ ആയിട്ട് അതിന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. പോസിബിൾ ദ ഓൺലി ലൈറ്റ് ഇൻ ആൻഡ് അതർവൈസ് പിച്ച് ഡാർക്ക് ഇൻറ്റീരിയർ കം ത്രൂ ഔട്ട് ദ ക്രാക്സ് ദ ബാംബു വാൾസ് ആൻഡ് ഫ്രം ദ ഫയർ. എന്താണ് ലൈറ്റ് ഇൻ ആൻഡ് അതർവൈസ് പിച്ച് ഡാർക്ക്, അതായത് നമ്മൾ ഫുള്ള് അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ലൈറ്റ് ഇൻറ്റീരിയൽസൊക്കെ എന്താണ് ഡാർക്കായിട്ട് കൊടുക്കുന്നു, ഓപ്പണിങ്സ് ഒന്നും വല്ലാണ്ട് കൊടുക്കാത്തത് കൊണ്ട്. പിന്നെ ക്രാക്സ് വരും, ബാംബു വാൾസ്, ഇതിനൊക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതിനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ പോസിബിളാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇത് വരുന്നത് ഐഡൻറ്റിഫൈ ദ ഫീച്ചർ ഓഫ് മഡുവ ലോഗിലി ഡ്വെല്ലിംഗ് ടൈപ്പോളജി ഫൗണ്ട് ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലുള്ള ഒരു ട്രൈബ്സിൻ്റെ പേരാണ് മഡുവ ലോഗിലി എന്ന്. ഇതിലുള്ള ആന്ധ്രാപ്രദേശിൽ കണ്ട ട്രൈബ്സിൻ്റെ പേരാണ്. അപ്പോൾ അതിൽ അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. Madhva Logili or Ilu featuring a courtyard with rooms that opened onto it was found mostly in the villages. Madhva Logili എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലു ഫീച്ചറിങ് കോർട്ട്യാർഡ് റൂംസ് ഓപ്പൺഡ് ഇൻ ടു ഫൗണ്ട് വില്ലേജസൊക്കെ റൂംസിലൊക്കെ ഓപ്പൺഡ് ആയിട്ടുള്ള ഇതാണ്, റൂഫ്സൊക്കെ വല്ലാണ്ട് പ്രൊവൈഡ് ചെയ്യാത്തതാണെന്നുള്ളതാണ്. ദ വാൾസ് മഡ്വ ലോഗിലി ഹൗസസ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് ഗമ്മി സോയിൽ ആൻഡ് ഓർ റെഡ് ബ്രിക്സ്. അതിൻ്റെ വാൾസൊക്കെ എന്താണ് പശപ്പുള്ള, അതായത് ക്ലേ സോയിൽ അല്ലെങ്കിൽ ഗമ്മി സോയിലും കൊണ്ടാണ് വാൾസൊക്കെ ഉണ്ടാക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ബ്രിക്സ്, ചുവന്ന ബ്രിക്സും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദ റൂഫ്സ് ആർ സപ്പോർട്ടഡ് ബൈ ലോഗ്സ് ഓർ റോസ് വുഡ് ഓർ ടീക്ക് വുഡ്. എന്താണ് അതിൻ്റെ റൂഫ്സൊക്കെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഒന്നുകിൽ ലോഗ്സ് അതായത് മരത്തടികൾ കൊണ്ടാണ്, അല്ലെങ്കിൽ റോസ് വുഡും കൊണ്ടാണ്, അല്ലെങ്കിൽ ടീക്ക് വുഡ് അതായത് തേക്കിൻ്റെ മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ദ ടോപ്പ് ഓഫ് ദ റൂഫ് ആർ കവേർഡ് വിത്ത് റെഡ് ടൈൽസ് ആൻഡ് പേസ്റ്റി സോയിൽ വിത്ത് റൂഫ് മെയ്ഡ്. എന്താണ് അതിൻ്റെ റൂഫ്സ് അതായത് അതിൻ്റെ മേൽക്കൂര എന്താണ് കവേർഡ് ചെയ്യുന്നത്, ഒന്നുകിൽ റെഡ് ടൈൽസ് അതായത് ഓട് കൊണ്ട് അല്ലെങ്കിൽ റെഡ് ടൈൽസും കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേസ്റ്റി സോയിൽ ഒരു വഴുവഴുപ്പുള്ള മണ്ണ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് മാംഗ്ലൂർ ഒരു വാടപ്പള്ളി ടൈൽസ് അല്ലെങ്കിൽ മാംഗ്ലൂർ വെച്ചാൽ നമ്മുടെ ഓട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ആർ യൂഷ്വലി റെഡ് ഇൻ കളർ. റെഡ് കളറിലുള്ള ഇതിൽ ഏതെങ്കിലും വെച്ചിട്ടാണെങ്കിൽ ടൈല് വെച്ചിട്ട് അല്ലെങ്കിൽ മഡ് വെച്ചിട്ട് അല്ലെങ്കിൽ മാംഗ്ലൂർ ടൈൽസ് അല്ലെങ്കിൽ വാടപ്പള്ളി ടൈൽസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദ ഇൻസൈഡ് ഓഫ് എ ടിപ്പിക്കൽ മഡുവ ലോഗിലി has a common courtyard with several spacious rooms spanning in all 4 direction. അപ്പോൾ തന്നെ മഡുവ ലോഗിലിൽ എന്താണ് ഇൻസൈഡിൽ ഒരുപാട്
കോർട്ട്യാർഡ്സ് ഉണ്ട്. അതായത് ഒരു കോർട്ട്യാർഡ് ഉണ്ടാവും, അതിന് ചുറ്റിനും ഒരുപാട് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ഫങ്ഷൻസിന് എന്നുള്ളതാണ്. സ്പാനിങ് ഇൻ ഓൾ ഡയറക്ഷൻ, 4 ഡയറക്ഷനിലും ഒരുപാട് റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നടുവിലൊരു കോർട്ട്യാർഡ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആന്ധ്രാപ്രദേശിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞത് കോർട്ട്യാർഡ് വിത്ത് റൂംസ് ദാറ്റ് ഓപ്പൺഡ് ഓൺ ഇൻ ടു ദ ഫൗണ്ട് മോസ്റ്റ്ലി വില്ലേജസിൽ എന്താണ് ഓപ്പൺഡ് റൂംസ് അല്ലെങ്കിൽ ഇതിന് പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഗമ്മി സോയിൽ, റെഡ് എന്താണ് ബ്രിക്സ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ റൂഫ് സപ്പോർട്ട് ചെയ്യുന്നത് റോസ് വുഡ്, ടീക്ക് വുഡ് അല്ലെങ്കിൽ ലോഗ്സ്, അതായത് മരത്തടികളൊക്കെ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈൽസ് വരുന്നത് ഒന്നുകിൽ എന്താണ് റെഡ് ടൈൽസാണ്, അല്ലെങ്കിൽ പേസ്റ്റി സോയിലാണ്, അതായത് വഴുവഴുപ്പുള്ള മണ്ണാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ മാംഗ്ലൂർ അല്ലെങ്കിൽ വാടാപ്പള്ളി ടൈൽസ് വെച്ചിട്ടാണ്. അതൊക്കെ റെഡ് കളറിലുള്ള ടൈൽസ് വെച്ചിട്ടാണ്. പിന്നെ ഇത് പറഞ്ഞത് എൻ്റെ ഒരു സെൻട്രൽ കോർട്ട്യാർഡിന് ചുറ്റും ഒരുപാട് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതാണ് മഡുവാഗോലി എന്നുള്ള ആന്ധ്രയിലുള്ള ട്രൈബ് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യന് ഡിസ്ക്രൈബ് ദ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഇൻ മധ്യപ്രദേശ് ട്രൈബൽ ആർക്കിടെക്ചർ. എന്താണ് മധ്യപ്രദേശിലുള്ള ട്രൈബൽ ആർക്കിടെക്ചറിൻ്റെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ദ ട്രൈബൽ ആൻഡ് ഫോക്ക് ട്രഡീഷൻ ഓഫ് മധ്യപ്രദേശ് ആർ റിഫ്ലക്റ്റഡ് ഇൻ വെർണാക്കുലർ ആർക്കിടെക്ചർ. എന്താണ് മധ്യപ്രദേശിൽ ട്രൈബൽസിൻ്റെ എന്താണ് അല്ലെങ്കിൽ നാടോടികളുടെ ഒക്കെ ഒരു ട്രഡീഷൻസ് വെർണാക്കുലർ ആർക്കിടെക്ചറിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ടുള്ളതാണ്. ദ സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സ്. സ്റ്റേറ്റ് എന്താണ് വിഷ്വൽ അല്ലെങ്കിൽ അവരുടെ ആർട്സൊക്കെ പെർഫോം ചെയ്യുന്നതിന് അറിയപ്പെടുന്നതാണ്. ദീസ് ആർട്ട് ഫോംസ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദെയർ ബിലീവ്സ്, കസ്റ്റംസ് ആൻഡ് റിലീജിയൻ ആൻഡ് വാല്യൂസ്. എന്താണ് ഇവരുടെ ഈ ഓരോ ആർട്ട് ഫോംസും ഒരു ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ എന്താണ് അവരുടെ ബിലീഫ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, കസ്റ്റംസ് ആണ് അവരുടെ ആചാരം, അല്ലെങ്കിൽ റിലീജിയസ് ആൻഡ് വാല്യൂസ്. അതായത് റിലീജിയസ് എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായിട്ടുള്ള ഓരോ വിശ്വാസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ദ സിംഗിങ് ആൻഡ് ഡാൻസിങ് ആർ പാർട്ട് ഓഫ് ദെയർ ഡേ ടു ഡേ ലൈഫ്. എന്താണ് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക എന്നതൊക്കെ അവരുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്. It is community activity performed each day after the work to relax and enjoy. എന്താണ് കമ്മ്യൂണിറ്റി വർക്കാണ് പെർഫോംഡ് ഈച്ച് ഡേ ആൻഡ് ടു റിലാക്സ് ആൻഡ് എൻജോയ്. അത് അവർക്ക് എൻജോയ് ചെയ്യാൻ റിലാക്സ് ചെയ്യാനൊക്കെയാണ്. ദീസ് ആക്ടിവിറ്റീസ് ഹാവ് ഇവോൾവ്ഡ് ദ നെസസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി സ്പേസ് ലൈക്ക് കോർട്ട്യാർഡ് ഓർ ചൗപ്പാൽ ഇൻ ദെയർ സെറ്റിൽമെൻറ്റ് പാറ്റേൺ. എന്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ കമ്മ്യൂണിറ്റി ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു കോർട്ട്യാർഡ് മാതിരി അല്ലെങ്കിൽ ചൗപ്പാൽ എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് കോർട്ട്യാർഡ്, ഒരു ഓപ്പൺ സ്പേസിനൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് അവരുടെ പാറ്റേണൊക്കെ അങ്ങനെ സെറ്റിൽമെൻറ്റ് പാറ്റേണൊക്കെ അവർ അതനുസരിച്ച് ചെയ്യുന്നതാണ്. ദിസ് പാറ്റേൺസ് റിസൾട്ടഡ് ഇൻ എ സ്ട്രോങ് സോഷ്യൽ ബൈൻഡിങ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. എന്താണ് അപ്പോൾ ഈ പാറ്റേൺസ് എന്നൊക്കെ എന്താണ് സോഷ്യൽ ബിലീവ് എന്നൊക്കെ ഇവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആയിട്ട് ഇവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈച്ച് ട്രൈബ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഓരോ കമ്മ്യൂണിറ്റിക്ക് എന്താണ് അവരുടേതായ ഒരുപാട് കമ്മ്യൂണിറ്റി സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ഓരോ സെറ്റിൽമെൻറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യുന്നത്. ലൈക്ക് സഹാരിയ ഹാസ് സർക്കുലർ ആൻഡ് ബിൽ ഹാസ് സ്കാറ്റേർഡ് ആൻഡ് കൊക്രൂ ഹാസ് ലൈനർ. എന്താണ് ഇവർക്ക് ഓരോ പാറ്റേൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സഹാരിയ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാറ്റേണിൽ മാത്രം സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. ബിൽ എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് ആയിട്ട് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. കൊക്രൂ എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ട്, അതായത് ഒറ്റ ലൈനിലായിട്ട് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ മധ്യപ്രദേശിൽ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പറയുന്നത് മധ്യപ്രദേശ് ഒരുപാട് ആർട്ട് ഫോംസിന് അറിയപ്പെടുന്നതാണ്. ഇവർക്ക് ഒരുപാട് ഫോക്ക് ട്രഡീഷൻസ് ഉണ്ട്, ആർട്ട് ഫോംസിൽ അറിയപ്പെടുന്നതാണ്. പിന്നെ സിംഗിങ്ങും ഡാൻസിങ്ങും ഒക്കെ ഇവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇവർ കോമൺ സ്പേസ് അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡ് മാതിരി അല്ലെങ്കിൽ ഒരു ചൗപ്പാൽ മാതിരിയൊക്കെ വെച്ചിട്ടാണ് കോമൺ സ്പേസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ പറഞ്ഞത് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ സ്റ്റൈൽസും ഫോംസൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സഹരിയ എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ പാറ്റേണിൽ, ബിൽ എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് പാറ്റേണിലും, പിന്നെ കൊക്രു എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബ്സിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ലൈനിയർ പാറ്റേണിലാണ് ഇവർ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അടുത്തത് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് നാലുകെട്ട്. നാലുകെട്ട് നമുക്കൊക്കെ
കൂടുതലായിട്ട് ഫെമിലിയായിട്ടുള്ള കേട്ടിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വീടുകളാണ് 4 കെട്ട് 8 കെട്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ 4 കെട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോർട്ട്യാർഡ്, അതായത് അങ്കണം എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡ്. ദ എൻക്ലോസ്ഡ് കോർട്ട്യാർഡ് ഓർ അങ്കണം ഈസ് യൂഷ്വലി സങ്ക് ആൻഡ് ദെർഫോർ കാൾഡ് കുഴി ഓർ പിറ്റ്. എന്താണ് അങ്കണം എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡ്, നമ്മുടെ എൻക്ലോസ് ആയിട്ടുള്ള ഒരു സർഫേസ്, നമ്മുടെ ബിൽഡിങ്, നമ്മുടെ വീടിന് എന്താണ് ഒരു വീടിൻ്റെ നടുവിലൊരു കുഴി പോലെ വെക്കുന്നതിന് പറഞ്ഞ പേരാണ് കോർട്ട്യാർഡ്, ഒരു പിറ്റ് മാതിരി അങ്കണം എന്ന് പറയുന്നു. സ്റ്റോറേജ് റൂം, നിലവറ. 4 കെട്ടിൻ്റെ വേറൊരു ഫീച്ചറാണ് നിലവറ, അതായത് സ്റ്റോറേജ് റൂം. ഇൻ ദ മിഡിൽ ഓഫ് ദ എൻക്ലോസർ സദേൺ ഓർ വെസ്റ്റേൺ ശാലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമാണെന്ന് പറഞ്ഞു അല്ലേ. ആ റൂമിന് അതിൻ്റെ മിഡിലായിട്ട് എന്താണ് ഒരു അറ ഓർ ദ സ്റ്റോറേജ് റൂം ഫ്ലാങ്ക്ഡ് ബൈ ബെഡ്റൂംസ്. എന്താണ് ശാല അല്ലെങ്കിൽ അറ, ഇതിൻ്റെയൊക്കെ എന്താണ് അടുത്തായിട്ട് തന്നെ സ്റ്റോറേജ് റൂമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു റൂം ഉണ്ടാവും, അതായത് നിലവറ. നമ്മൾ സ്റ്റോറേജ് റൂമായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് നിലവറ എന്നുള്ളത്. പിന്നെ എൻട്രൻസ്, പൂമുഖം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ടു ദ ബിൽഡിംഗ് വെർ പ്രൊവൈഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത് സൈഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് അറൻ്റെ പൊസിഷനനുസരിച്ചിട്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഡയറക്ഷനിൽ ഒരു എൻട്രൻസിനെ പറഞ്ഞതാണ് പൂമുഖം എന്നുള്ളത്. പിന്നെ പടിപ്പുര എന്ന് പറഞ്ഞാൽ പടിപ്പുര ഈസ് എ ഡോർവേ ടു ദ 4 കെട്ട് ഹൗസ് ആൻഡ് വിൽ ഹാവ് 2 or 3 റൂംസ് കൺസ്ട്രക്റ്റഡ് അലോങ് വിത്ത് എ ഡോർ. എന്താണ് പടിപ്പുര എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ എൻട്രൻസ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേനെ പറഞ്ഞ പേരാണ് പടിപ്പുര എന്ന്. അതിൻ്റെ കൂട്ടത്തിലാണ് 2 or 3 റൂംസും കൂടെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും ഈ പടിപ്പുരൻ്റെ കൂടെ എന്നുള്ളതാണ്. ഔട്ട് ഹൗസ്, പത്തായപ്പുര ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഗ്രെയിൻസ് വിച്ച് ഈസ് പ്രിസർവ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഹാർവസ്റ്റ് ആൻഡ് യൂസ്ഡ് ലേറ്റർ. എന്താണ് കൊയ്ത്തിൻ്റെ സമയം അല്ലെങ്കിൽ ഹാർവസ്റ്റിൻ്റെ സമയത്തൊക്കെ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ പറയുന്ന പേരാണ് പത്തായപ്പുര. ഗ്രെയിൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ പോണ്ട്, കുളപ്പുര പറഞ്ഞാൽ ലാർജസ്റ്റ് പോണ്ട് ഉള്ളത്. അപ്പോൾ 4 കെട്ടിൻ്റെ ഫീച്ചറിൽ ഒന്നാണ് നടുമുറ്റം, അതായത് കോർട്ട്യാർഡ് അല്ലെങ്കിൽ അങ്കണം എന്ന് പറയും. പിന്നെ സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ നിലവറ, എൻട്രൻസ് എന്ന് പറയും അല്ലെങ്കിൽ പൂമുഖം, പടിപ്പുര, പത്തായപ്പുര അതായത് ഔട്ട് ഹൗസ്, കുളപ്പുര അതായത് പോണ്ട്. ഇതൊക്കെയാണ് 4 കെട്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ടോഡ ഹട്ട്സ്. ടോഡ ഹട്ട്സിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്തൊക്കെയാണെന്ന്. ടോഡ ഹട്ട്സ് ആർ ദ ട്രഡീഷണൽ ഡ്വെല്ലിംഗ് ഓഫ് ടോഡ ട്രൈബ് ഇൻ നിൽഗിരി ഏരിയ ഓഫ് തമിഴ്നാട്. തമിഴ്നാട്ടിലുള്ള നിൽഗിരി ഏരിയയിലുള്ള ഒരു ട്രൈബിൻ്റെ പേരാണ് ടോഡ ട്രൈബ് എന്ന്. ദീസ് ആർ ഹാഫ് ബാരൽ ഷേപ്പ്ഡ് ഹട്ട്സ് കൺസ്ട്രക്റ്റഡ് വിത്ത് ബാംബൂ rattan and decorated വിത്ത് ഫ്രണ്ട് വിത്ത് ടോഡ ആർട്ട് റോക്ക്. അപ്പോൾ എന്താണ് ടോഡ എന്ന് പറഞ്ഞാൽ ഒരു ബാരൽ ഷേപ്പ് ഒരു ഇതാണ്, അതായത് ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിന് ഒരുപാട് ഡെക്കറേഷൻസൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു എൻട്രൻസൊക്കെ ആയിട്ടാണ് നമുക്ക് ഡോറൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു സെമി സർക്കുലർ ഷേപ്പാണ് വരുന്നത് എന്ന് പറഞ്ഞു. ആ സെമി സർക്കുലർ ഷേപ്പ് ഉണ്ട്. ഇത് തമിഴ്നാട്ടിലെ കൂടുതലുള്ളത്. അതിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബാംബു ആണ്. അപ്പോൾ ഇതിന് ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ബാംബു ആണ് ഈ ഒരു എൻട്രൻസിൽ തന്നെ. ബാക്കിയൊക്കെ താച്ച്ഡ് റൂഫാണ്. ഇവിടെയൊക്കെ എന്താണ് ഇത് താച്ച്ഡ് റൂഫാണ് വരിക. താച്ച്ഡ് റൂഫ് വരും. ഇത് ബാംബു ആണ് വരുന്നത് മെറ്റീരിയൽ, ബാംബു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ബാംബും ഇതൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ബാംബു ചൂരൽ അതൊക്കെ കൊടുക്കും. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആ വളഞ്ഞിട്ട് സെമി സർക്കുലർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഷേപ്പ്ഡ് കൺസ്ട്രക്ഷൻ എന്താണ് ബാംബു അല്ലെങ്കിൽ റത്തനും ഡെക്കറേറ്റഡ് വിത്ത് ഫ്രണ്ട് വിത്ത് ടോഡ റോക്ക് ആർട്ടിൻ്റെ കൂടെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ദ ടോഡ ഹട്ട് ആർ ഓഫ് ആൻ ഓവൽ പെൻ ഷേപ്പ്ഡ് കൺസ്ട്രക്ഷൻ ആൻഡ് യൂഷ്വലി 10 feet ഹൈറ്റ്, 18 feet ലോങ് ആൻഡ് 9 feet വൈഡ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് 10, 18 ആൻഡ് 9 feet കൊടുക്കുന്നത്. ഷേപ്പ് ലൈക്ക് എ ഹാഫ് സിലിണ്ടർ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് വുഡൻ പ്ലാങ്ക്സ്, ബാംബു റീറ്റ്സ് ആൻഡ് ഗ്രാസ്. അങ്ങനെ വുഡൻ പ്ലാങ്ക്സ്, ബാംബു റീറ്റ്സ്, ഗ്രാസ് ഒക്കെ വെച്ചിട്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഐദർ എൻഡ് ഈസ് വാൾഡ് ബൈ പ്ലാങ്ക് സെറ്റ് വേർട്ടിക്കലി, അല്ലെങ്കിൽ എന്താണ് പ്ലാങ്ക്സ്, വുഡൻ പ്ലാങ്ക്സ് അതായത് ചെറിയ ചെറിയ പലകകളൊക്കെ വെച്ചിട്ട് വേർട്ടിക്കലായിട്ട് കൊടുക്കുന്നുണ്ട്. ദ എൻട്രൻസ് ഈസ് ത്രൂ റെക്ടാങ്കുലർ ഓപ്പണിംഗ് സം
2 feet high by 2 feet wide and wall made small to keep out the cold and damp in these hiles at a protection with wild elements. എന്താണ് പ്രൊട്ടക്ഷൻ ഇത് ആകെ ഒരു കുഞ്ഞ് ഓപ്പണിങ് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. വേറെ വിൻഡോസോ ഒന്നും ഓപ്പണിങ്സ് കൊടുക്കില്ല. അപ്പോൾ അതിനകത്ത് താച്ച്ഡ് റൂഫാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഹോൾസ് നിന്നാവും ഇവർക്ക് വെൻറ്റിലേഷൻസും ലൈറ്റിംഗ് ഒക്കെ വരിക എന്നുള്ളതാണ്. ഈച്ച് side of the doorway is a raised platform equivalent to the veranda or tinna. സെമി സർക്കുലർ പ്രൈവറ്റ് ഏരിയ സിറ്റ് ആൻഡ് ടോക്ക് എന്നാണ്. വരാന്ത അല്ലെങ്കിൽ തിണ്ണമാരിലൊരു ചെറിയൊരു സ്പേസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സെമി പ്രൈവറ്റ് ഏരിയ ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ സംസാരിക്കാനൊക്കെയാണ്. അപ്പോൾ ടോഡ ഹട്ടിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നീലഗിരീസിലുള്ള വെഡ് കൺസ്ട്രക്ഷനാണ് തമിഴ്നാട്ടിലുള്ളത്. ഇവർ ബാംബു വെച്ചിട്ടില്ലെങ്കിൽ സെമി സർക്കുലർ ആർച്ച് വെച്ചിട്ടാണ് ഇവരിത് ഫോം ഉണ്ടാക്കുന്നത്. ബാംബൂസ് താച്ച് റൂഫാണ് വരുന്നത്. അതിന് ഓപ്പണിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യൂല. പിന്നെ അനിമൽ അറ്റാക്കിൽ ഇതൊക്കെ വരാണ്ടാക്കാൻ വേണ്ടി ചെറിയ ഓപ്പണിങ്സാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊരു റൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയലാണ് പറഞ്ഞത് ബാംബു എന്നൊക്കെ. അതിൻ്റെ പ്ലാന് മാതിരിയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു സ്പേസ് എന്ന് പറഞ്ഞത് ആകെ 2 സ്പേസ് ഉണ്ടാവുള്ളൂ. ഒരു തിണ്ണ മാതിരി ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു സ്ലീപ്പിംഗ് ഏരിയ, ഒരു സ്റ്റോറേജ്. ഈ 3 സ്പേസ് മാത്രമേ ഇവർ ഇതിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് സെറ്റിൽമെൻറ്റ് ഇൻ നാഗ ട്രൈബ്സ്? എന്താണ് അടുത്ത ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെറ്റിൽമെൻറ്റ്സ് ഇൻ നാഗ ട്രൈബ്? നാഗ ട്രൈബ്സിലുള്ള സെറ്റിൽമെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. മോസ്റ്റ് നാഗ ഹൗസസ് കണ്ടെയ്ൻ സെൻട്രൽ ലിവിങ് സ്പേസ് ആൻഡ് എൻട്രൻസ് ഏരിയ. എന്താണ് നാഗ ഹൗസിൽ കൂടുതലും ഒരു സെൻട്രൽ ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഏരിയ ഉണ്ടാവും എന്നുള്ളത്. ഇൻ ദ വില്ലേജ് ഇൻ ദ ലിവിങ് സ്പേസ് the family sleeps eats and lives in the entrance and the guests greeted and entertained. എന്താണ് ഈ വീട്ടിലിപ്പോൾ ഈ നാഗ സ്റ്റൈലിൽ എന്താണ് ആകെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. ആ സ്പേസിൽ എന്താണ് ഇവർ ഗസ്റ്റൊക്കെ വരണമെങ്കിൽ അവർ ഇരിക്കലും കഴിക്കലും ഭക്ഷണം കഴിക്കലും കടക്കലൊക്കെ ആ ഒരു റൂമിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഗസ്റ്റിനെ ഇവരൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. പോച്ചസ് ആൻഡ് ദ റൂംസ് ആൻഡ് സ്റ്റോറേജ് ഏരിയ സപ്ലിമെൻറ്റ് ദ ലിവിങ് സ്പേസ്. പോർച്ചും ആൻഡ് റൂംസും പിന്നെ സ്റ്റോറേജ് ഏരിയയും എല്ലാം എന്താണ് ആ ലിവിങ് സ്പേസ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ദ ഇൻറ്റീരിയർ ഓഫ് നാഗ ഹൗസ് ഈസ് 3 to 5 meter ഫ്രം ദ ഫ്ലോർ ആൻഡ് റിഡ്ജ്. എന്താണ് അപ്പോൾ നാഗ ഹൗസിൻ്റെ വീട് ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇതൊരു 3 to 5 meters ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ അതിൻ്റെ മേലെ റിഡ്ജ് മുതൽ ഫ്ലോർ വരെ 3 to 5 meters ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന്. അപ്പോൾ ബിൽഡിംഗ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നാഗ ഹൗസ് ഹാവിങ് നോ വിൻഡോസ് ഓർ ഓപ്പണിങ്സ് വർ കെപ്റ്റ് മിനിമം ടു റിട്ടേൺ സച്ച് ഹീറ്റ് ഇൻ ദ ഹൗസ്. എന്താണ് നാഗ ഹൗസിന് എന്താണ് വിൻഡോസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ആ ഹീറ്റ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ സ്പേസേ ഉണ്ടാവുള്ളൂ ലിവിങ് സ്പേസ്. ആ ലിവിങ് സ്പേസിലാണ് ഉള്ളത്. ഫാമിലിയും ഗസ്റ്റൊക്കെ വേണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പോർച്ച് ആൻഡ് റൂംസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഒക്കെ എന്താണ് ആ ലിവിങ് റൂമിൽ തന്നെയാണ്. അതിൻ്റെ റിഡ്ജ് ടു ഫ്ലോർ ഹൈറ്റ് വരുന്നത് 3 to 5 meters ആണ് എന്നാണ്. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഗുത്തു ഹൗസസ് ഓഫ് കർണാടക. കർണാടകയിലെ ഗുത്തു ഹൗസസിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. The Guttu houses of the land owning community of South Karnataka are large. എന്താണ് ഗുത്തു ഹൗസിൻ്റെ കർണാടകയിലൊരു കമ്മ്യൂണിറ്റിൻ്റെ ഗുത്തു ഹൗസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കമ്മ്യൂണിറ്റിയാണ്. ഇൻവാർഡ് ലുക്കിംഗ് ഹിന്ദു മേസൺസ്. എന്താണ് കൂടുതലായിട്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള ആൾക്കാരെ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. The typical Guttu house has a steeply pitched roof combining സിംഗിൾ ആൻഡ് ഡബിൾ സ്റ്റോറേജ് ബ്ലോക്സ് അറൗണ്ട് ദ കോർട്ട്യാർഡ്. അപ്പോൾ എന്താണ് ഒരു സ്റ്റീപ്ലി റൂഫിൽ പിച്ചഡ് റൂഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുത്തു ഹൗസിൻ്റെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിൽ ഇങ്ങനത്തെ റൂഫാണ് വരുന്നത്. അതിൻ്റെ അടുത്ത് എന്താണ് കോർട്ട്യാർഡും സിംഗിൾ റൂഫാണ് വരുന്നത് എന്ന് പറഞ്ഞല്ലേ. ഡബിൾ സ്റ്റോറേജ് ബ്ലോക്സിന് അറൗണ്ട് ദ കോർട്ട്യാർഡ്. ഒരു കോർട്ട്യാർഡിന് ചുറ്റും ഇപ്പോൾ ഒരു കോർട്ട്യാർഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂഫ് കുത്തനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കോർട്ട്യാർഡ് ഇതിന് ചുറ്റും വീടുകൾ നമ്മൾ നാലുകെട്ട് പോലെ, പക്ഷേ നമ്മളിതിൻ്റെ റൂഫിനേക്കാളും കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ടാണ് ഒരു റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഗുത്തു ഹൗസിൻ്റെത് കർണാടക സ്റ്റൈലിലുള്ളത്. ഇറ്റ് ഈസ് ദ ഐസൊലേറ്റഡ് ഹോം ഓഫ് എ വെൽ ഡു ഫാമിലി ഡിസൈൻഡ് ആൻഡ് ഡിറ്റർ അറ്റാക്സ്. എന്നാണ് നല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലീൻ്റെ
പിറ്റർ അറ്റാക്സിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഗുത്തു ഹൗസ് എന്നുള്ളത്. പിന്നെ ദ ഫസാഡ് ഈസ് യൂഷ്വലി സിമെട്രിക്കൽ അറൗണ്ട് ദ സെൻട്രൽ പ്രൊജക്ഷൻ. ഫസാഡ് എന്താണ് സെൻട്രൽ പ്രൊജക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് സിമെട്രിക്കലാണ്. ദ ടോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇംപ്രസീവ് ഫീച്ചർ ഓഫ് ദ ഹൗസ്. എന്താണ് ഭയങ്കര ഉയരത്തിലുള്ള ഒരു മോസ്റ്റ് ഇംപ്രസീവ് ഫീച്ചർ എന്താണ് അതിൻ്റെ ടോളസ്റ്റ് ഹൗസാണ്. ദ പ്രിൻസിപ്പൽ ബിൽഡിംഗ് മെറ്റീരിയൽ ഈസ് വുഡ്. ബിൽഡിംഗ് മെറ്റീരിയൽ വുഡാണ്. കർണാടക സ്റ്റൈലുള്ള ഹൗസാണ്. പിന്നെ റൂഫ് സ്റ്റീപ്പ് റൂഫ്, ഭയങ്കര കുത്തനായിട്ടുള്ളൊരു റൂമാണ്. 2 സ്റ്റോറി അല്ലെങ്കിൽ കോട്ടയാട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിമി അറ്റാക്ക് എന്നൊക്കെ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ സിമെട്രിക്കലാണ്, ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് വുഡാണ് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഔട്ട്ലൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുഡൻ ഹവേലീസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ വുഡൻ ഹവേലീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഔട്ട്ലൈൻ ചെയ്യാണ്. അതിൽ ഏതെങ്കിലും 3 പണ്ടുള്ളത് നമുക്ക് നോക്കാം. കോട്ടിയാട് ഡിസൈൻ ചെയ്യണം. അറ്റ് ദ ഹാർട്ട് ഓഫ് എവറി ഗുജറാത്തി ഹവേലി ലൈസ് എ മെജസ്റ്റിക് സെൻട്രൽ കോട്ടിയാട്. എന്താണ് ഓരോ ഗുജറാത്തി ഹവേലീസിൽ നിന്ന് ഒരു മെജസ്റ്റിക് കോട്ടിയാട് ഉണ്ടാവും. ദിസ് ഓപ്പൺ സ്പേസ് പ്രൊവൈഡ്സ് നാച്ചുറൽ ലൈറ്റ്, വെന്റിലേഷൻ ആൻഡ് എ സെൻസ് ഓഫ് ഓപ്പൺനെസ് വിത്ത് അർബൻ എൻവിറോൺമെൻറ്റിൽ നിന്ന് നാച്ചുറലായിട്ട് പിന്നെ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ടാണ് കോട്ടയാട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർണേറ്റ് ഫസാഡ്, അതായത് ഓർണമെൻ്റൽ ഫസാഡ് എന്നുള്ളതാണ്. ദ ഫ്രണ്ട് എലിവേഷൻ ഓഫ് ഹവേലി ഈസ് ഓഫൺ അഡോൺഡ് വിത്ത് ഇൻട്രിക്കേറ്റ് കാർവിങ്സ്, വുഡൻ ജാലീസ് ആൻഡ് ബാൽക്കണീസ്. എന്താണ് കൂടുതലായിട്ട് വുഡൻ ജാലീസ് ഉണ്ട്, കാർവിങ്സ് ഉണ്ട്, ബാൽക്കണീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർണേറ്റ് എന്ന് പറഞ്ഞാൽ ഓർണമെൻറ്റഡ് എന്നാണ്. ദിസ് ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ക്രിയേറ്റ് വിഷ്വൽ മാസ്റ്റർ പീസ് ദാറ്റ് എംബോഡീസ് എലഗൻസ് ആൻഡ് ഫൈനസ്. എന്താണ് അത് കൂടുതലായിട്ട് എംബോഡീസ് എന്നൊക്കെ ഫൈനസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാർവിങ്സും ഇതൊക്കെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഫസാദ്സ് എന്ന് പറഞ്ഞത്. പിന്നെ വുഡൻ ആർക്കിടെക്ചർ രാജസ്ഥാൻ, ഗുജറാത്തി ഹവേലി ആർ നോൺ ഫോർ ദീസ് യൂസ് ഓഫ് വുഡൻ ആൻഡ് പ്രൈമറി മെറ്റീരിയൽ. വുഡാണ് ഇവർ ഇത് കൂടുതൽ പ്രൈമറി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഫൈൻലി കാർവ്ഡ് വുഡൻ കോളംസ്, ബീംസ് ആൻഡ് ബ്രാക്കറ്റ് ഇൻ ദീസ് സ്ട്രക്ചർ ഡെപ്പിക്ട് ജോമെട്രിക് പാറ്റേൺസ്. എന്നിട്ട് കൂടുതലായിട്ട് ഫൈനലി കാണും വുഡൻസ് കോളംസിലൊക്കെ നല്ല ഡെക്കറേഷൻ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജോമെട്രിക് പാറ്റേൺസ് ഉണ്ട്, ഫ്ലോറൽസ് പാറ്റേൺസ് ഇതൊക്കെയാണ് ഒരു മിത്തോളജിക്കൽ ഫിഗേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇവർ അതിൻ്റെ കാർവിങ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ദ വുഡ് യൂസ്ഡ് ഇൻ ഹവേലി ഈസ് ടിപ്പിക്കൽ ടീക്ക്. എന്താണ് വുഡ് ഹവേലീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് തേക്ക് മരമാണ്. വിച്ച് ഈസ് എ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ വുഡ് ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ടെർമൈറ്റ്സ് ആൻഡ് അതർ പെസ്റ്റ്. എന്താണ് അതിന് കൂടുതലായിട്ട് ചെതൽ അങ്ങനത്തെ ഇതിനൊക്കെ വരാൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള തേക്ക് മരം ഉപയോഗിക്കുന്നത്. ഇന്നർ കോർട്ട്യാർഡ്സ് ആൻഡ് ഗാർഡൻസ്. ഇന്നർ കോർട്ട്യാർഡ്സും ഗാർഡൻസ് ഉണ്ട്. ലാർജ് ഹവേലീസ് ഓഫൺ ഹാവ് ഇന്നർ കോർട്ട്യാർഡ്സ് ആൻഡ് ഗാർഡൻസ്. ലാർജ് വലിയ ഹവേലീസിനൊക്കെ എന്താണ് ഇന്നർ കോർട്ട്യാർഡും ഉള്ളിൽ ഗാർഡനൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് സ്പേസസ് പ്രൊവൈഡ് റെസിസ്റ്റൻറ്റ് വിത്ത് ട്രയാങ്കുലിറ്റി ആൻഡ് പ്രൈവസി. അങ്ങനെ ഒരു കൂടുതലായിട്ട് സ്പേസ് ചെയ്യുന്നത് ട്രയാങ്കുലിറ്റി പ്രൈവസി ഒക്കെ ഒരു കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. വൈൽ ഓൾസോ ഫോസ്റ്ററിങ് നാച്ചുറൽ വെന്റിലേഷൻ ത്രൂ ഔട്ട് ദ ലിവിങ് സ്പേസസ്. ഇതെങ്ങനെ ലിവിങ് സ്പേസസ് എന്നൊക്കെ ഒരു കൂടുതൽ നാച്ചുറൽ വെന്റിലേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നോക്കും. ദ ഗാർഡൻ ഇൻ ഹവേലി ആർ ഓഫൺ ലൈഷ് ആൻഡ് വേർഡൻഡ്. അങ്ങനെ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഒരുപാട് അട്രാക്റ്റീവായിട്ട് നോക്കാൻ നോക്കുന്നുണ്ട്. ചറോക്ക് ആർ ബേ വിൻഡോ. ചറോക്ക് നല്ല ബാൽക്കണീസ് എന്നുള്ളതാണ്. ബേ വിൻഡോ വാൾ ഓഫ് ദ ഹവേലീസ് എൻഹാൻസിങ് ഇറ്റ്. എന്താണ് ജൊറാക്കൽ ബാൽക്കണീസ് ഒക്കെ എന്താണ് അതിനെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എസ്തെറ്റിക് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ പ്രൊവൈഡിങ് ക്യാപ്റ്റിവേറ്റിംഗ് വ്യൂസ് ആൻഡ് സറൗണ്ടിങ്സ്. എന്താണ് അതിൻ്റെ കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വ്യൂസ് ഭംഗിയും അതിൻ്റെ എസ്തെറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട്. ദ ജറോക്കസ് വെർ ഓഫൺ യൂസ്ഡ് ബൈ വുമൺ ടു ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ കോർട്ട്യാർഡ് ഓർ സ്ട്രീറ്റ് ബിലോ. എന്താണ് ജറോക്കസ് വെർ ഓഫൺ യൂസ്ഡ് ബൈ വുമൺ ഓർ ഒബ്സർവ് ആക്ടിവിറ്റീസ്. ജറോക്കസ് വെർ ഓഫൺ യൂസ്ഡ് ബൈ വുമൺ ടു ഒബ്സർവ് ആക്ടിവിറ്റീസ്. കോർട്ട്യാർഡിൽ നടക്കുന്ന ഓരോ വ്യൂസൊക്കെ ഇവർക്ക് വുമൻസിന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വുഡൻ ഹവേലീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ ഒന്ന് കോർട്ട്യാർഡ് ഡിസൈന്, പിന്നെ ഓർണേറ്റ് ഫസാദിൻ്റെ ഓർണമെൻ്റൽ ഫസാദ്സ്, വുഡൻ ആർക്കിടെക്ചർ, ഇന്നർ കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഗാർഡൻസ്, ജൊറാക്ക അല്ലെങ്കിൽ ബേ വിൻഡോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ പാർട്ട് സിയിലെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ കച്ച ആൻഡ് പക്ക ഇൻ വെർണാക്കുലർ ആർക്കിടെക്ചർ. എന്താണ് കച്ച ഹൗസ് അല്ലെങ്കിൽ പക്ക ഹൗസ് എന്നുള്ളത് വെർണാക്കുലർ ആർക്കിടെക്ചറിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. Despite the diversity, this architecture can be broadly divided into 3 categories. ആർക്കിടെക്ചറിൽ തന്നെ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് കച്ച ഹൗസ്, ഒന്ന് പക്ക ആൻഡ് സെമി പക്ക. അത് കച്ച ഹൗസ്, പക്ക ഹൗസ്, സെമി പക്ക. കച്ച എന്ന് പറഞ്ഞാൽ കച്ച ഈസ് എ ബിൽഡിംഗ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ്, നാച്ചുറൽ മെറ്റീരിയൽസ് സച്ച് ആസ് മഡ്, പ്ലാസ്റ്റർ, ബാംബു, താച്ച് ആൻഡ് വുഡ്. എന്താണ് കച്ച ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ മെറ്റീരിയൽസിലുള്ള മഡ്, ബാംബു, താച്ച് റൂഫ്, വുഡൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിങ്സിനെ ചെറിയ സ്ട്രക്ചേഴ്സായിട്ട്, അല്ലെങ്കിൽ ദെയർ ഫോർ എ ഷോർട്ട് ലീവ്ഡ് സ്ട്രക്ചർ, ഒരു കുഞ്ഞ് ലൈഫ് സ്പാൻ സ്ട്രക്ചറിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞ പേരാണ് കച്ച ഹൗസ് എന്നുള്ളത്. നാച്ചുറൽ മെറ്റീരിയൽ ആയിട്ടുള്ള മഡുണ്ട്, ബാംബു ഉണ്ട്, പ്ലാസ്റ്റർ ചെയ്യുന്ന മഡുണ്ടാവും, താച്ചറാണ് റൂഫ്, വുഡൊക്കെ വെച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ എൻഡ്യൂറൻസ്, ഇറ്റ് റിക്വയർസ് കോൺസ്റ്റൻറ്റ് മെയിൻ്റനൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്. എന്നത് കറക്റ്റായിട്ടുള്ള നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് കൺസ്ട്രക്ട് ചെയ്യാത്ത. ഡ്യൂറബിൾ മെറ്റീരിയൽ ആണെങ്കിലും കുറച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് മെയിൻ്റനൻസും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മാറി കൊടുക്കേണ്ടി വരും. വുഡും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരുന്നു. ദ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ഡിക്റ്റേറ്റ് ദ സ്പെസിഫിക് ഫോം ദ ക്യാൻ സിംപ്ലി ബ്യൂട്ടി. എന്നാണ് പ്രാക്ടിക്കൽ അതിൻ്റെ ലിമിറ്റേഷൻസ് ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് അതിനെ ആ ബിൽഡിങ് നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ദ അഡ്വാൻറ്റേജ് ഓഫ് കച്ച ഈസ് ദാറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആർ ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ. അഡ്വാൻറ്റേജ് എന്താണ്? കൺസ്ട്രക്ഷൻ എന്താണ്? ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് റിലേറ്റീവ്ലി ലിറ്റിൽ ലേബർ ഈസ് റിക്വയർഡ്. എന്താണ്? ചെറിയ പണിക്കാർ അല്ലെങ്കിൽ ലാബ് വർക്ക്സ് എന്താണ്? ചെറുത് ആവശ്യമുള്ളതുള്ളൂ. കച്ച ആർക്കിടെക്ചർ ഈസ് റീപ്ലേസ്ഡ് ഓൺ ആൻ ആനുവൽ ഓർ സീസണൽ ബേസിസ്. എന്താണ്? കച്ച ആർക്കിടെക്ചർ ആനുവൽ അല്ലെങ്കിൽ സീസണൽ ബേസിസിലാണ് റീപ്ലേസ് ചെയ്യുന്നത്. ദെർഫോർ എ ഷോർട്ട് ലിവ്ഡ് ഡ്വെല്ലിംഗ് വിത്തൗട്ട് സ്റ്റെബിലിറ്റി ഓർ എൻഡ്യൂറൻസ്. എന്താണ്? അതുകൊണ്ട് ഷോർട്ട് ലിവിങ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒന്നും എൻഷുർ ചെയ്യുന്നില്ല. ദാറ്റ് കോൺസ്റ്റൻ്റ് റിക്വയർസ് റീപ്ലേസ്മെൻറ്റ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്താണ്? റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ട്. However, the advantage for local communities is the traditional building materials are readily available from the land. എന്താണ്? ട്രഡീഷണൽ മെറ്റീരിയൽസും ബിൽഡിംഗ് ഇതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ മെറ്റീരിയൽസും ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന്, അത് നമ്മുടെ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളത്. ദ ആർ ചീപ്പ് ആൻഡ് ലോ മെയിൻ്റനൻസ്. ചീപ്പാണ്, മെയിൻ്റനൻസും കുറവാണ്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ദ ഡാർക്ക് ഇൻഡിജിയസ് വാൾസ് ആൻഡ് ഫ്ലോർസ് ആർ ഓഫൺ റിഫ്ലക്റ്റ് എ സ്ട്രോങ് ആൻഡ് റീജിയണൽ ഡെക്കറേറ്റീവ് എംബ്ലിഷ്മെൻറ്റ്. എന്താണ്? ഡാർക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇത് പോയതുണ്ട്, സ്ട്രോങ് ആണ്. പിന്നെ ഡാർക്ക് റൂംസും ഇതൊക്കെ എന്താണ്? നമ്മുടെ ആ സ്ഥലത്തിന് നമുക്ക് ഒരു ഡെപ്പിക്റ്റ് ചെയ്യുന്ന മാതിരി തോന്നുന്നുള്ളതാണ്. അപ്പോൾ കച്ച ഹൗസ് നല്ല മെറ്റീരിയൽസ് പറഞ്ഞത് മഡ്, ബാംബു, താച്ച് റൂഫ്, താച്ച് വുഡൊക്കെയാണ്. പിന്നെ പറയണത് അതിൻ്റെ റീപ്ലേസ്മെൻറ്റും മെയിൻ്റനൻസൊക്കെ കുറച്ച് വർക്കുകൾ കൂടുതലാവും. ഡ്യൂറബിൾ മെറ്റീരിയൽ ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ഇതൊക്കെ ഉണ്ട്. പിന്നെ കൺസ്ട്രക്ഷനും ഇതൊക്കെ ഈസിയാണ്, ചീപ്പാണ്, ലാബ് വർക്ക്സ് കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ക എന്ന് പറഞ്ഞാൽ പക്ക ഈസ് എ വേർഡ് ഹിന്ദി ആൻഡ് ഉറുദു ഒറിജിനലി ലിറ്ററലി മീനിങ് കുക്ക്ഡ് റൈപ്പ് എന്നൊക്കെ. പക്ക എന്ന് പറഞ്ഞാൽ അതാണ് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു വേർഡ്സിലൊക്കെ എന്താണ് കുക്ക്ഡ് റൈപ്പ് എന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ക ബിൽഡിംഗ് ആർ ദെർഫോർ ആസ്പിറേഷണൽ ഡ്വെല്ലിങ്സ് ആസ് ദ ഡിസൈൻഡ് ആൻഡ് പെർമനൻറ്റ് സ്റ്റേബിൾ സോളിഡ് സ്ട്രക്ചർ. എന്താണ്? അതുകൊണ്ട് അതൊരു പെർമനൻറ്റ് സ്റ്റേബിൾ സോളിഡ് സ്ട്രക്ചർ മാതിരിയാണ് പക്ക ഹൗസ് വെച്ചിട്ടുള്ളത്. പക്ക ഈസ് എ സ്ട്രക്ചർ മെയ്ഡ് ഫ്രം മെറ്റീരിയൽ റെസിസ്റ്റൻറ്റ് ടു വെയർ സച്ച് ആസ് ഫോംസ് ഓഫ് സ്റ്റോൺ ആൻഡ് ബ്രിക്ക്. എന്താണ്? അതിൻ്റെ ഓരോ ഫോംസ് സ്റ്റോണ്, ബ്രിക്ക്, ക്ലേ ടൈല്, മെറ്റീരിയൽ, ഡ്യൂറബിൾ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. such structures are expensive to construct as the materials are costly and more labor is required. എന്താണ്? പക്ഷേ ഇതിനെന്താണ്? ഇത് അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ എന്താണ്? എക്സ്പെൻസീവ് ആണ്, ലാബേഴ്സ് ഒരുപാട് ആവശ്യമുള്ളതാണ്. പക്ക ഓർ പക്ക മേ ബി എലാബറേറ്റ്ലി ഡെക്കറേറ്റഡ് വിത്ത് കോൺട്രാസ്റ്റ് ടു ദ കച്ച. എന്താണ്? കച്ചേൻ്റെ പക്കനെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും, കച്ചേൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ
പക്ക ഹൗസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ചാർജ് കൂടുതലാണ്, കൺസ്ട്രക്ഷൻ ചാർജ് കൂടുതലാണ്, ലാബേഴ്സ് കൂടുതലാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫുൾ സോളിഡ് സ്ട്രക്ചേഴ്സിനെ പറഞ്ഞ പേരാണ് പക്ക എന്നുള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നത്. കച്ച എന്ന് പറഞ്ഞാൽ എല്ലതും കുറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യന് ഇല്ലസ്ട്രേറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വെർണാക്കുലർ ആർക്കിടെക്ചർ. വെർണാക്കുലർ ആർക്കിടെക്ചറിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. ഒന്ന് ക്ലൈമറ്റാണ്, ജിയോഗ്രഫി, കൾച്ചർ, ആന്ത്രപ്പോളജി. ക്ലൈമറ്റ്, ജിയോഗ്രഫി, കൾച്ചർ, ആന്ത്രപ്പോളജി, ഇത് 4ആണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നതെന്ന്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസസ് ഓഫ് വെർണാക്കുലർ ആർക്കിടെക്ചർ ഈസ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഏരിയ ഇൻ വിച്ച് ദ ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ്. എന്താണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സംഭവമാണ്. ബിൽഡിങ്സ് ഇൻ കോൾഡ് ക്ലൈമറ്റ് ഇൻവാരിയബിളി ഹാവ് ഹൈ തെർമൽ മാസ് ഓർ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ. എന്താണ് ബിൽഡിംഗ് കോൾഡ് ക്ലൈമറ്റിലെ ബിൽഡിങ്സ് എന്താണ് ഹൈ തെർമൽ മാസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ക്ലൈമറ്റിനെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, റോൾ എന്താണ് ക്ലൈമറ്റിൻ്റെ. അതേപോലെ തന്നെ ഇതിൽ ക്ലൈമറ്റിൽ എന്താണ് ഹൈ തെർമൽ മാസ് ഉണ്ട്, എമൗണ്ട് ഓഫ് ഇൻസുലേഷന് significant amount of insulations ഉണ്ട്. They are usually sealed in order to prevent heat loss and openings such as windows tend to be small or even absent together. എന്താണ് അതുകൊണ്ട് ക്ലൈമറ്റിൽ എന്താണ് ആ ഹീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾസ് അല്ലെങ്കിൽ വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആബ്സെൻ്റ് ആവും, കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ക്ലൈമറ്റിൻ്റെത്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് സച്ച് ആസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ ബിൽറ്റ് എൻവിറോൺമെൻറ്റ്. ആന്ത്രപ്പോളജി എന്താണ് നമ്മുടെ ബിൽറ്റ് എൻവിറോൺമെൻറ്റും ഇത് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ എൻവൈറോൺമെൻറ്റും മനുഷ്യനും തമ്മിലൊരു സ്റ്റഡീനെ പറഞ്ഞ പേരാണ് ആന്ത്രപ്പോളജി എന്ന്. ഇറ്റ് ഹെൽപ്സ് ബിൽഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിലീഫ് ആൻഡ് വാല്യൂസ് ഓഫ് ദ പീപ്പിൾ ഹൂ യൂട്ടിലൈസ് ദ പ്രോജക്റ്റ്. എന്താണ് ആ ആന്ത്രപ്പോളജി നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആന്ത്രപ്പോമെട്രി അല്ലെങ്കിൽ ആന്ത്രപ്പോളജി നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കും അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദ ഹാവ് ടു ഒബ്സർവ് the elements of the culture which drive the people's way of life and ultimately influence their choices with the buildings in the which they inhabit. എന്താണ് ആ ബിൽഡിങ്സിൽ ആരൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണോ, അത് ഫങ്ഷൻസ് എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ക്യാൻ വാരി ഫ്രം ഹില്ലി ടെറൈൻ ടു ദ ഫ്ലാറ്റ് പ്ലെയിൻസ്. എന്താണ് ഹില്ലി ടെറൈനും ഫ്ലാറ്റ് പ്ലെയിൻസ്ക്ക് ഓരോന്നും വ്യത്യസ്തമാവുണ്ട്. ഫ്രം ഡാം ഗ്രൗണ്ട് ടു ദ ഡ്രൈ എർത്ത് ഓഫ് ഡെസേർട്ട്സ്. എന്താണ് ഈർപ്പുള്ള മണ്ണിൽ നിന്ന് മരുഭൂമിയിലുള്ള ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ട് വരെയുള്ളതെന്ന്. അവൈലബിലിറ്റി ഓഫ് ലോക്കൽ മെറ്റീരിയൽസ് ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ. ലോക്കൽ ലൊക്കേഷൻസ് അനുസരിച്ചും അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻ ഹില്ലി ഏരിയാസ് റോക്കി റബ്ബിൾ ആഷ്ലർ ആൻഡ് മോട്ടർ ആർ യൂസ്ഡ് ടു ഫോം വാൾസ്. എന്താണ് വാൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോക്കി റബ്ബിൾ ആഷ്ലർ എന്നുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. ഹൗസസ് ഓൺ ഹിൽസ് യൂഷ്വലി ഹാവ് 2 stories വിത്ത് ലൈഫ് സ്റ്റോക്ക് ലിവിങ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എന്താണ് ഹൗസസ് ഓഫ് ലൈഫ് സ്റ്റോക്ക് എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓരോന്നും ഇച്ചിരി യൂസ് ചെയ്യാൻ പറ്റുന്നു. ദ റൂഫ് ഈസ് പിച്ച്ഡ് ടു ഡീൽ വിത്ത് ദ മൺസൂൺ സീസൺഡ്. ദ ഹൗസ് മേ സിറ്റ് ഓർ റേസ്ഡ് പ്ലെയിൻസ് ഓർ ബാംബൂ പോൾസ് ടു കോപ്പ് വിത്ത് ഫ്ലഡ്സ്. റൂഫ് എന്താണ് പിച്ച്ഡ് റൂഫാണ് മൺസൂൺ സീസണിൽ എന്താ വെച്ചാൽ അതിൻ്റെ പിച്ച് റൂഫ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മൺസൂൺ സീസണിലും ഈ മണ്ണും മഞ്ഞും ഇതൊക്കെ വീണും കൊണ്ട് ഇതാവുന്നുള്ളതാണ്. പിന്നെ റേസ്ഡ് പ്ലിൻത്തിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പോൾസ് അല്ലെങ്കിൽ ബാംബുവിൻ്റെ കാലിലൊക്കെ നിർത്തിയിട്ടാണ് ഇത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഫ്ലഡിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ദ ഹൗസസ് ആർ ജനറലി മെയ്ഡ് ഓഫ് മഡ് ഓർ സൺബേക്ഡ് ബ്രിക്സ് ആൻഡ് ദെൻ പ്ലാസ്റ്റർഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. എന്താണ് മഡ് അല്ലെങ്കിൽ സൺഡ്രൈഡ് ബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് ബിൽഡിങ്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അത് മുകളിൽ പ്ലാസ്റ്റർ ചെയ്യും, തേക്കും എന്നുള്ളതാണ്. ബാംബു ഇസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ആൾ പാർട്സ് ഓഫ് ദ ഹൗസ് വിച്ച് ഇസ് ഫ്ലെക്സിബിൾ ആൻഡ് റെസിലിയൻറ്റ്. ബാംബു ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ, അതുകൊണ്ട് റെസിലിയൻറ്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ ബാംബു ആണ് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ്, ജിയോഗ്രഫി, കൾച്ചർ, ആന്ത്രപ്പോളജി. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കോൾഡ് ക്ലൈമറ്റാവും ഉണ്ടാവുക, അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റിൽ അറ്റ്മോസ്ഫിയറിക് തെർമലും ഇൻസുലേഷനൊക്കെ കൂടുതലും ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ
ചില സമയം ബിൽഡിങ്ങിന് നമ്മൾ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്മോൾ ബിൽഡിങ്സ് ഓപ്പൺ ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏത് സ്ഥലമാണുള്ളത് ആ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ നമ്മൾ അറിയുക എന്നുള്ളതാണ്. ആന്ത്രപ്പോളജി തന്നെ നമ്മുടെ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ബിൽഡിങ്ങും മനുഷ്യനും തമ്മിലുള്ള റിലേഷനെ, എൻവിറോൺമെൻറ്റും മനുഷ്യൻ തമ്മിലുള്ള റിലേഷനെ പറഞ്ഞാൽ ആന്ത്രപ്പോമെട്രി അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന്. അതായത് ആ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് സൈസും എന്നൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ഹൈറ്റും എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവുന്നുള്ളത്. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എങ്ങനെയാണോ മെറ്റീരിയൽസും അതിൻ്റെ ഡിപ്പെൻസും അതിൻ്റെ ക്ലൈമറ്റും ഇതൊക്കെ എങ്ങനെയാണോ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ടൈപ്പിൽ റൂഫ് കൊടുക്കണം, എങ്ങനത്തെ റൂഫ് കൊടുക്കണം, ഏതൊക്കെ മെറ്റീരിയൽസ് പ്രൊവൈഡ് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് വെർണാക്കുലർ ആർക്കിടെക്ചർ. വെർണാക്കുലർ ആർക്കിടെക്ചറിൻ്റെ എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്ന് വാട്ടർ ബോഡീസ് എന്നാണ്, പിന്നെ കോർട്ട്യാർഡ്, പിന്നെ പിച്ച്ഡ് റൂഫ്, ജെറോക്കെ, ജാലീസ്, ആർച്ച്, ഡോംബ്. എന്താണ് ഇതൊക്കെയാണ് വെർണാക്കുലർ ആർക്കിടെക്ചറിൻ്റെ. വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ പോണ്ട്, ലേക്ക്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറുമ്പോൾ പണ്ട് കാലത്തൊക്കെ എന്താണ് കാല് കഴുകിയിട്ട് കയറണം എന്നൊക്കെ ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ വാട്ടർ ബോഡീസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ടെമ്പിൾസിലാണെങ്കിൽ നമ്മൾ കാല് കഴുകിയിട്ട് കയറുക, നമ്മുടെ സ്വയം ശുദ്ധിയായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ സർക്കുലേഷന്, വെൻറ്റിലേഷന്, ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ റൂംസിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് റൂംസിൽ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്ന് പോൾ ഹൗസ് ഓഫ് മഹാരാഷ്ട്ര, നമ്മുടെ നാലുകെട്ട് ഹൗസ്, ഗത്തു ഹൗസ്, അങ്ങനെ ഓരോ ഇതിനും ഓരോ രീതിയിലുള്ള ഫങ്ഷൻസാണ് കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. അതെന്താണ് നമുക്കൊരു ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ ഒരു വിൻഡിൻ്റെ മൂവ്മെൻറ്റിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിച്ച്ഡ് റൂഫ് വിത്ത് വരാന്താസ്. പിച്ച്ഡ് റൂഫ് വിത്ത് വരാന്താസ് പറഞ്ഞാൽ നമ്മുടെ കോറിഡോറിനൊക്കെ നല്ല പിച്ച്ഡ് ഒരു സ്ലൈറ്റ്ലി സ്ലോപ്പ് റൂഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ചുമരാണ് വീടിൻ്റെ, ഇവിടെ റൂമുകളുണ്ട്. അപ്പോൾ ഈ ചുമരിൽ നിന്ന് സ്ലൈറ്റ്ലി സ്ലോപ്പായിട്ട് റൂഫ് കൊടുത്തിട്ട് ഇവിടെ ഒരു കാല് കൊടുത്തിട്ട്, അപ്പോൾ എന്താണ് ഈ ഒരു ചെറിയ സ്ലോപ്പ് റൂഫിന് പറഞ്ഞതാണ് പിച്ച്ഡ് റൂഫ് എന്നുള്ളത്. 2 സൈഡും 1 സൈഡും ആക്കാം. അപ്പോൾ ഇവിടെ എന്താണ് മനുഷ്യന്മാരൊക്കെ നിൽക്കണം, ഇവിടെ ആൾക്കാർ ഇരിക്കണം, കിടക്കണം, നടക്കണമൊക്കെ ഉണ്ടാവും. ഇതൊരു കോറിഡോറാവും. അതിനെ പറഞ്ഞതാണ് പിച്ച്ഡ് റൂഫ് വിത്ത് വരാന്താസ് എന്ന്. പിച്ച്ഡ് റൂഫ്സ് കവേർഡ് വിത്ത് മാംഗോ ടൈൽസ് ഓഫ് റെഡ് ബേക്ക്ഡ് ക്ലേ ഓർ കോമൺ തിങ് ഇൻ ഇന്ത്യൻ വില്ലേജസ് ആൻഡ് ടൗൺസ്. എന്നാൽ പിച്ച്ഡ് റൂഫ് എന്നാൽ മാംഗോ ടൈൽസ് വെച്ചിട്ട് കവേർഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. They are easily available and are climate responsive, and their execution design has been from traditional to very popular. and climate responsive ആയിട്ടുള്ള ഈസിലി അവൈലബിൾ മെറ്റീരിയലും ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് നമ്മുടെ പിച്ച്ഡ് റൂഫ് എന്നുള്ള അത്രയും ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്രയും ഈസിലി ആയിട്ട് ലോക്കലായിട്ടുള്ള ചീപ്പിൽ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുക എന്നുള്ളതാണ്. ആ ട്രഡീഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ടൈപ്പ് ഓഫ് റൂഫ് ക്ലബ്ഡ് വിത്ത് വരാന്ത ഈസ് എ ട്രഡീഷണൽ വാം ആൻഡ് വെൽക്കമിങ് കൾച്ചർ ഓഫ് ഇന്ത്യ. എന്നാൽ ആ ടൈപ്പ് ഓഫ് റൂഫ് എന്താണ് നമ്മൾ വാം വെൽക്കം ചെയ്യണം, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ വാം വെൽക്കം ചെയ്യുന്നതാണ്. വരാന്ത ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്പേസ് ദാറ്റ് ഓപ്പൺസ് ഹൗസ് ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്. വരാന്ത എന്ന് പറഞ്ഞത് ഒരു ഓപ്പൺ സ്പേസാണ്, നമ്മുടെ ഔട്ട്സൈഡിനെയും നമ്മുടെ വീടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പൺ സ്പേസിനെ കണക്ട് ചെയ്യുന്നതാണെന്ന്. ജെറോക്കെ സ്റ്റൈൽ അല്ലെങ്കിൽ ബാൽക്കണി. ജെറോക്ക എന്നല്ല ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബാൽക്കണി നോൺ ആസ് ജെറോക്ക, ഹൈലി യൂസ്ഡ് ഇൻ ആൻഷ്യൻ ആർക്കിടെക്ചർ ഓഫ് രാജസ്ഥാനിൽ അല്ലെങ്കിൽ നമ്മൾ ഹവേലീസിലൊക്കെ പഠിച്ചില്ല ജെറോക്ക എന്നുള്ളത്. അത് നല്ലൊരു ബാൽക്കണിയാണെന്ന്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണലി ജെറോക്കസ് വർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ലേഡീസ് ഓഫ് കോർട്ട് കീപ്പ് ആൻ ഐ ഓൺ ദ ഡേ പ്രൊസീഡിങ് വിത്തൗട്ട് ദംസെൽസ് ബീങ് സീൻ. എന്താണ് ഈ ജെറോക്ക അല്ലെങ്കിൽ ബാൽക്കണി എന്ന് പറഞ്ഞത് പണ്ട് കാലങ്ങൾക്ക് രാജാക്കന്മാർ അല്ലെങ്കിൽ ഓരോ പരിപാടികളൊക്കെ നടത്തുമ്പോൾ കോർട്ട്യാർഡിൽ അല്ലെങ്കിൽ വേറെ പരിപാടികൾ നടത്തുമ്പോൾ അവിടുത്തെ രാജ്ഞിമാരെ അല്ലെങ്കിൽ അവിടുത്തെ ലേഡീസിനെ കാണാണ്ട് നിൽക്കാൻ, പുറത്തേക്കുള്ള ആൾക്കാരെ പുറത്തേക്ക് പെണ്ണുങ്ങളെ കാണാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണി അവരെ പുറത്തേക്ക് പ്രദർശിപ്പിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ ബാൽക്കണി നിന്നിട്ട് കാണും എന്നുള്ളതാണ്. ജാലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എലമെൻറ്റ് കൺട്രോൾ ദാറ്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് എ സ്പേസ്. എന്താണ് ഒരു സ്പേസ് എലമെൻറ്റ്സിന് എന്താണ് ഒരു സൺലൈറ്റിന് ഒരു എലമെൻറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ജാലീസ് ആർ ഫങ്ഷണൽ, ദേ ആർ നോട്ട് വെൻറ്റിലേറ്റ് ആൻഡ് സ്പേസ് ബട്ട് ഓൾസോ ഫിൽറ്റർ ഫ്രം സൺലൈറ്റ്. എന്താണ് ഒരു ഫങ്ഷണലായിട്ടുള്ള ഒരു സ്പേസ് സൺലൈറ്റിന് ഇതിനൊക്കെ നമുക്ക് കൊടുക്കുക എന്നുള്ളത്. ആർച്ചസ് ക്യാൻ ബി ട്രേസ്ഡ് ഏർലിയസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഈജിപ്ത് ആൻഡ് ഗ്രീസ്. എന്താണ് ആർച്ചസ് എന്താണ് ഈജിപ്തിൽ നിന്ന് ഗ്രീസിൻ്റെ നിന്നൊക്കെ ഒരു ഏർലിയസ്റ്റ് ഹിസ്റ്ററിനെ പറഞ്ഞതാണ്. ഡ്യൂറിങ് റോമൻ ടൈംസ് ദ ആർച്ച് വാസ് ഫുള്ളി എക്സ്പ്ലോയിറ്റഡ് ഇൻ ബ്രിഡ്ജസ്, അഡിക്വേറ്റ്സ് ആൻഡ് ലാർജ് സ്കെയിൽ ആർക്കിടെക്ചർ. ലാർജ് സ്കെയിൽ ആർക്കിടെക്ചറിൽ ബ്രിഡ്ജസിലൊക്കെ എന്താണ് ആർച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
പിന്നെ ഡോംബ്. ദ ഹിസ്റ്ററി ഓഫ് ഡോംസ് ക്യാൻ ബി ട്രാക്ക്ഡ് ബാക്ക് ടു ഇന്ത്യ ആൻഡ് മെഡിറ്ററേനിയൻ റീജിയൻ ബട്ട് ഓൺലി ആസ് സോളിഡ് മൗണ്ട്സ് ഓർ ടെക്നിക്സ് അഡാപ്റ്റബിൾ ടു സ്മോളസ്റ്റ് ബിൽഡിങ്ങിന് നിനക്കാണ് ഡോം തന്നെ. ഡോം എന്ന് പറഞ്ഞാൽ സമീപ ഇത് അങ്ങനെ ഒരു സ്പേസ്, ഇതിപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്മേൽ സെമി സർക്കുലർ ഷേപ്പ് കൊടുക്കുന്ന പറഞ്ഞ പേരാണ് ഡോം എന്നുള്ളത്. ഇപ്പോൾ താജ്മഹലിൻ്റെ മേലെ ഇതിനൊക്കെ കൊടുക്കുന്ന പറഞ്ഞ പേരാണ് ഡോം എന്നുള്ളത്. പിന്നെ സിംപ്ലി എക്സ്പ്ലെയിൻ ഡോം ഇവോൾവ് ഫ്രം ആർച്ചസ്. ദേ മേ ബി സിംപ്ലി എക്സ്പ്ലെയിൻഡ് ആസ് എ കണ്ടിന്യൂസ് സീരീസ് ഓഫ് ആർച്ചസ് വിത്ത് സെയിം സെൻറ്റർ. എന്താണ് കണ്ട് സീരീസ് ഓഫ് ആർച്ചസിൻ്റെ സെൻറ്റർ വെച്ചിട്ടുള്ള ഇതാക്കുന്നതാണ് ഡോം എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് റാംഡ് എർത്ത് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് യൂസ്ഡ് ഇൻ വെർനാക്കുലർ ആർക്കിടെക്ചർ. വെർനാക്കുലർ ആർക്കിടെക്ചറിലെ റാംഡ് എർത്ത് കൺസ്ട്രക്ഷൻ ടെക്നിക്സിൻ്റെ അബൌട്ട് റാംഡ് എർത്ത് കൺസ്ട്രക്ഷൻ ടെക്നിക്സിൻ്റെ ഒന്ന് ചോദിക്കുകയാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. An amalgamation of earth mixing the right amount of sand, gravel and clay is led to the formwork. എന്താണ് ഇതും കൂടെ മിക്സിങ്ങിൻ്റെ സാൻഡ് ഗ്രാവൽ ക്ലേൻ്റെ മിക്സിങ്ങിന് പറഞ്ഞ പേരാണ്. ഇതിലും കൂടെ ഒരു മിക്സിങ്ങിൻ്റെതാണ് ഒരു പ്രൊസീജിയറാണ് എന്നുള്ളത് ഫോം വർക്കിന് വേണ്ടിയിട്ട്. ദ ഫൈൻ മിക്സർ ഈസ് റാംഡ് അൺടിൽ ഇറ്റ് സെറ്റ്സ് ടു ബിക്കം റോക്ക് സോളിഡ്. എന്താണ് റാംഡ് എർത്തിൻ്റെ ഒരു സോളിഡ് ആവുന്നത് വരെയുള്ള ഒരു ഫൈൻ മിക്സ്ചർ ഓഫ് റാംഡ് മണ്ണിൻ്റെ എന്തെങ്കിലും കൂടെ ഉള്ളതിനെ ഇതാക്കുന്നതാണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റാംഡ് എർത്ത് ടെക്നിക് ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി ആൻഡ് ദ ഹയസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത്. ഹയസ്റ്റ് ഡെൻസിറ്റിയും ഹയസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത്തും ഉണ്ട് അത് നമ്മുടെ റാംഡ് എർത്തിന് ഉള്ളതാണ്. ഡ്യൂറബിലിറ്റി സ്ട്രക്ചേഴ്സ് constructed during this technique last for thousands of years and remain in good condition for the entire span. എന്താണ് ഒരുപാട് സ്പാൻ ഒരുപാട് നിൽക്കും, 1000 years സ്പാൻ നിൽക്കുന്നുണ്ട്, ഒരുപാട് എൻ്റെ സ്പാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ താച്ച്ഡ് റൂഫ് കൺസ്ട്രക്ഷൻ അത് റാംഡ് എർത്ത് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ താച്ച്ഡ് റൂഫ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതുള്ളൂ കേട്ടോ. A traditional roofing methodology where dry vegetation such as straw, water, reed structures etc. are used to create a roof covering. റൂഫ് കവറിങ്ങിന് വേണ്ടിയിട്ട് സ്ട്രോ നല്ല വൈക്കോൽ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ഇതിനുണ്ട് റൂഫിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. താച്ച് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ്, ഹെൻസ് ലെസ് എമൗണ്ട് ഓഫ് ടിമ്പർ ഈസ് റിക്വയർഡ് ഇൻ ദ റൂഫ് സ്ട്രക്ചർ ആൻഡ് ഈസ് ഈസി ടു മാനേജ്. എന്താണ് ഒരുപാട് ടിമ്പർ ആവശ്യം വരുന്നതുണ്ട്. അപ്പോൾ എന്താണ് ഈസി ടു ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചറാണ്, ഒരുപാട് ടിമ്പേഴ്സ് മരങ്ങൾ ആവശ്യം വരുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് ഹെൻസ് ഹെൽപ്സ് precipitation റൺ ഓഫ്. എന്താണ് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യൂല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ റാംഡ് എർത്ത് എന്താണ് താച്ച്ഡ് റൂഫ് എന്താണ് എന്നുള്ളത്, റാംഡ് എർത്തും അതിൻ്റെ വേറെ പാർട്ടാണ് താച്ച്ഡ് റൂഫ് എന്നുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി അടുത്തത് ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മിനിമൽ പോയിൻറ്റ്സ് വെച്ചിട്ട് മാക്സിമം സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന് ഔട്ട്ലൈൻ ദ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കോന്ത വിത്ത് സ്കെച്ചസ്. കോന്ത സ്റ്റൈൽസ് വിത്ത് സ്കെച്ചസ് ആണ് പറഞ്ഞത്. കോന്ത ബിൽഡിംഗ് ദെയർ വില്ലേജസ് ഓൺ ദി സ്ലോപ്പ് ഓഫ് വാലീസ്. എന്താണ് താഴ്വരത്തുള്ള സ്ലോപ്സിലൊക്കെയാണ് ഒരു ബിൽഡ് ചെയ്യലെന്ന്. ഓവർലുക്കിംഗ് ദെയർ കൾട്ടിവേറ്റഡ് ഫീൽഡ്സ്. എന്താണ് അവരുടെ പാടങ്ങളെങ്കിൽ ഒരു എന്താണ് കൾട്ടിവേറ്റ് ഒരു അഗ്രികൾച്ചർ ഒരു എന്തൊക്കെ ഓക്കുപ്പേഷന് കൾട്ടിവേറ്റ് എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിനെ വെച്ചിട്ടുള്ളത്. ദ ഹൗസസ് യൂഷ്വലി ഫോം 2 rows. എന്താണ് ഹൗസസ് 2 rows ആയിട്ടാണ് ഉണ്ടാക്കൽ. ബിൽറ്റ് അലോങ് എ കർവ്ഡ് റോഡ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ദ ബോത്ത് എൻഡ്സ് ബൈ സ്ട്രോങ് വുഡൻ ബാരിയേഴ്സ് ഫോർ ഡിഫെൻസ്. എന്താണ് രണ്ട് റോസ് ആയിട്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെന്താണ് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് 2 എൻഡ്സിലും ക്ലോസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് അനിമൽസിൻ്റെ അറ്റാക്കൊന്നും വരാണ്ട് നിൽക്കാനുണ്ടെങ്കിൽ ബാരിയേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. സ്ട്രോങ് വുഡ് വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വില്ലേജ് ഈസ് എ കോട്ടൺ ട്രീ. എന്താണ് ഒരു വില്ലേജിൻ്റെ ഇതിലെന്താവും കോട്ടൺ ട്രീ പ്ലാൻഡ് ബൈ ദ പ്രീസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ദ വില്ലേജ്. എന്താണ് ഒരു കോട്ടൺ ട്രീ ഒരു പ്ലാൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ വില്ലേജിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന്. ദ ഹൗസ് ഓർ ഹട്ട്സ് ആർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്
വിത്ത് വാൾസ് മെയ്ഡ് ഓഫ് ടിമ്പർ ആൻഡ് പ്ലാസ്റ്റർ ഓവർ വിത്ത് മഡ്. റെക്ടാങ്കുലർ ഷേപ്പിലാണ് അതിൻ്റെ ഹൗസ് എന്നൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക. എന്താണ് പ്ലാസ്റ്റേർഡ് വിത്ത് മഡാണ്, പിന്നെ ടിമ്പറാവും അതിൻ്റെ റൂഫും ഇതൊക്കെ വെച്ചിട്ടുണ്ടാവാൻ. ദ ഫ്ലോർ ഈസ് ഓഫ് ഹാർഡൻഡ് ഡേർട്ട്. എന്താണ് ഫ്ലോർ ഭയങ്കര ഹാർഡൻഡ് ഡേർട്ട് ആൻഡ് ലോ റൂഫ് ഈസ് ബിൽട്ട് ഓഫ് ബാംബു താച്ച്ഡ് വിത്ത് ഗ്രാസ്. എന്താണ് അതിൻ്റെ റൂഫുകളൊക്കെ എന്താണ് ബാംബു അല്ലെങ്കിൽ ഗ്രാസ് താച്ച്ഡ് വിത്ത് ഗ്രാസ്, അതായത് മേഞ്ഞിട്ടുണ്ടാവും, പുല്ല് വെച്ചിട്ട് മേഞ്ഞിട്ടുണ്ടാവും. ദ ഹൗസ് ഈസ് ഓഫ് വെരി ലോ ഹൈറ്റ് നോട്ട് എക്സീഡിങ് 10 feet ആൻഡ് its entrance is at a height of 4 feet from ground level. എന്നാൽ അതിൻ്റെ ഹൗസ് എന്താണ് വെരി ലോ ഹൈറ്റ് ആണ്. അതിൻ്റെ ഹൗസ് ഇതാണ് ഇപ്പോൾ അവരുടെ വീട് എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് നിന്ന് ഇവിടുന്ന് ഫീറ്റിക്ക് വരുന്നത് എത്രയാണ് 4 feet ആണ് ഹൈറ്റ് വരിക എന്നാണ് പറഞ്ഞത്. ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഇതിൻ്റെ റൂഫ് വരെ വരുന്നത് 4 feet ആണ്. എ ടിപ്പിക്കൽ ഹൗസ് കൺസിസ്റ്റ് ഓഫ് 2 or more റൂംസ് വിത്ത് സെപ്പറേറ്റ് കിച്ചൺ റൂം. എന്താണ് ടിപ്പിക്കൽ റൂമിൽ 2-3 റൂം സെപ്പറേറ്റ് കിച്ചൺ ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ കോന്ത സ്റ്റൈലിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വില്ലേജ് സ്ലോപ്പ് റൂഫ്സ് അല്ലെങ്കിൽ വാലീസിലാണ് വെക്കുക. 2 സൈഡിലും ഒരു 2 റോ ആയിട്ടാണ് വീട് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഫുള്ളി കവേർഡ് വിത്ത് സ്ട്രോങ് വുഡായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കോട്ടൺ ട്രീ വരെ അതിൻ്റെ വീട്ടിൽ പ്ലാന്റ് ചെയ്യും. വില്ലേജിൻ്റെ ആവശ്യങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ റെക്ടാങ്കുലർ ഷേപ്പാണ് ഹൗസ്. പിന്നെ ടിമ്പറും അല്ലെങ്കിൽ പിന്നെ വാൾ എന്താണ് മഡ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ എന്താണ് താച്ച്ഡ് റൂഫ്, ഗ്രാസ് അല്ലെങ്കിൽ സ്ട്രോ ഇതൊക്കെ വെച്ചിട്ടാണ് റൂഫ് താച്ച് ചെയ്യുക. ടിമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ 4 feet ആണ് വരുന്നത്. അതിൻ്റെ 2 സൈഡിലും ഹൗസസ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 7 പോയിൻറ്റും ഇത് സ്കെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഡെമോൺസ്ട്രേറ്റ് സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഓഫ് ട്രൈബൽ ആർക്കിടെക്ചർ ഇൻ ആന്ധ്രാപ്രദേശിൽ ട്രൈബൽ ആർക്കിടെക്ചർ ഡെമോൺസ്ട്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് മാൻഡുവ ലോഗ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു. മാൻഡുവ ലോഗ്ലിയിൽ അതിൻ്റെ ആർക്കിടെക്ചർ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ മാൻഡുവ ലോഗ്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് ചുറ്റിലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്ധ്രയിലുള്ള ഒരു ട്രൈബിനും കൂടെ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. ദിസ് ഹൗസ് ക്ലസ്റ്റർ ഈസ് ഫൗണ്ട് ഇൻ വൈശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വൈശാഖപട്ടണം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവിടെ ഫിഷർമെൻസ്, അഗ്രികൾച്ചർ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതലുണ്ടാകുന്നുണ്ട്. ദീസ് ഹൗസസ് വർ ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ വിൻഡ് ആൻഡ് റെയിൻ. എന്താണ് ഹൈ പ്രഷർ വിൻഡ്സിന് ഇതിൻ്റെ കൂടെ ഒരു പോയി കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനത്തെ രീതിയിലൊരു ഇതാണ്. അത്രയും അതിന് നമുക്ക് തടഞ്ഞിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ വാൾസ് വർ ബിൽറ്റ് വിത്ത് ബോൾസ് ഓഫ് മഡ് ടു മേക്ക് ദം തിക്ക്. എന്താണ് മഡിൻ്റെ അതായത് മണ്ണിൻ്റെ ഉരുളകൾ വെച്ചിട്ടാണ് അതിൻ്റെ വാൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും തിക്കാക്കിയിട്ടാണ്, അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ റൂംസ് വേർ അലോട്ടഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. എന്താണ് സ്പെഷ്യൽ റൂംസ് എന്താണ് ഗ്രെയിൻസ്, ഫാം എക്യുപ്മെൻറ്റ് ഇവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു സ്പെഷ്യൽ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഹൗസസ് വെർ ബിൽറ്റ് ക്ലോസ് ടു ഈച്ച് അതർ ഇൻ എ സർക്കുലർ ഫോർമേഷൻ സോ ദാറ്റ് ദ സൈക്ലോണിക് വിൻസ് ദാറ്റ് ഓഫൺ ഹിറ്റ് ദ കോസ്റ്റ് ബൗൺസ്ഡ്. എന്താണ് അപ്പോൾ ഹൗസസ് വെർ ബിൽറ്റ് വിത്ത് ക്ലോസ് ടു ഈച്ച് അതർ സർക്കുലർ ഫോർമേഷൻ. എന്താണ് അടുത്തുള്ള വീടുകളൊക്കെ എന്താണ് സർക്കുലർ ഫോർമേഷനിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സൈക്ലോണിക് വിൻസ്, ഈ ചുഴലിക്കാറ്റിൽ നിന്ന് വരുമ്പോഴൊക്കെ അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും അതിൽ നിന്ന് രക്ഷ നേടാൻ എന്നുള്ളതാണ്. ദ ഹൗസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ സർക്കുലർ റൂം വിച്ച് ഈസ് enveloped by another circular space that serve as kitchen. എന്താണ് ഇന്നർ സർക്കുലർ റൂം ഉണ്ടാവും. അതിൻ്റെ അവിടെ നിന്ന് കിച്ചണും കൂടെ ഒരു സർക്കുലർ റൂമായിട്ട് ഒരു സ്പേസ് കൺസിഡർ ചെയ്യുന്നുള്ളത്. 1 side ആൻഡ് സ്റ്റോർ ഓർ സ്ലീപ്പിംഗ് ഏരിയ ദാറ്റ് അറ്റ് ദ എൻഡ്. എന്താണ് ആദ്യം സർക്കുലർ ഒരു സ്ഥലം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിച്ചൺ ഉണ്ടാവും, അതിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റോറും കൂടെ അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ഏരിയ ആയിട്ട് ഇവർ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് വിൻ്റർ ദിസ് റൂം വാസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്ലീപ്പിംഗ്. എന്താണ് അപ്പോൾ പുറത്ത് വിൻ്റർ സമയത്ത് എന്താണ് ആ പുറത്തുള്ള റൂമും കൂടെ ഇവർ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ആ റൂമും കൂടെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് 2 ആന്ധ്രാപ്രദേശിലാണ് പറഞ്ഞത്. ഒന്ന് മാൻഡുവ ലോഗ്ലി എന്ന് പറഞ്ഞാൽ വില്ലേജസിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. റോസ് വുഡ്, ടീക്സ്, പിന്നെ ബ്രിക്സ് എന്നൊക്കെ വെച്ചിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോർട്ട്യാർഡ്സ് ഉണ്ട്, ഓരോ സ്പാനിങ് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റിലും എന്ന് പറഞ്ഞിട്ടും മാൻഡുവ ലോഗ്ലി എന്ന് പറഞ്ഞാൽ 2 ആന്ധ്ര ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വിശാഖപട്ടണമാണ്, ഒന്ന് ആന്ധ്രയിലൊരു സ്പേസ് തന്നെയാണ്. മഡും അവർക്ക് തിക്ക് വാൾസ്, മഡിൻ്റെ ബോൾസൊക്കെ വെച്ച് ഉരുട്ടിയിട്ടാണ് ചുറ്റിലും ഉണ്ടാക്കുക.
ഉണ്ടാക്കുന്നത്, ആ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് 3 റൂംസ് ഉണ്ട്. ഒന്ന് ഒരു കോമൺ റൂം മാതിരി, പിന്നെ കിച്ചണ്, പിന്നെ ഒരു സ്ലീപ്പിംഗ് റൂം. വിൻ്റർ ടൈമിൽ ഇവർ എല്ലാ റൂമും ഓരോന്നും ഓരോ ഫംഗ്ഷനും കൂടെ വേണ്ടി ഡബിൾ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് 7 പോയിൻറ്റ്സ് എടുത്തിട്ട് രണ്ടെന്നും 7 പോയിൻറ്റ്സ് എടുത്തിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിന് എക്സ്പ്ലെയിൻ അബൌട്ട് ദ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് നാഗ ട്രൈബ്സ്. നാഗ ട്രൈബ്സിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. നാഗ ഹൗസസ് കണ്ടെയ്ൻ സെൻട്രൽ ലിവിങ് സ്പേസ് അറ്റ് ആൻ എൻട്രൻസ്. എന്താണ് എൻട്രൻസിൽ ഒരു സെൻട്രൽ ലിവിങ് സ്പേസ് നാഗൻ്റെ ട്രൈബ്സിനുണ്ടെന്ന്. ലിവിങ് സ്പേസ് ദ ഫാമിലി സ്ലീപ്സ് ഈറ്റ്സ് ആൻഡ് ലിവ്സ് ഇൻ ദ എൻട്രൻസ് ആർ ദ ഗെസ്റ്റ്സ് ആർ ഗ്രീറ്റഡ് ആൻഡ് എൻ്റർടൈൻഡ്. എന്താണ് ഗെറ്റ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നതും എൻ്റർടൈൻ ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ ആ ലിവിങ് സ്പേസിൽ വെച്ചിട്ട് തന്നെയാണെന്നുള്ളത്. പിന്നെ പോർച്ചസ് ലിവിങ് സ്പേസ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ റിഡ്ജ് മുതൽ ഫ്ലോർ വരെ 3 to 5 meters ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതായിരുന്നു. അതുപോലെ എഴുതുക. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ടിമ്പർ, ബാംബു, താച്ച്. അത് ടിമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോളംസ് അല്ലെങ്കിൽ പോസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ബാംബു എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. താച്ചറിന് റൂഫിംഗ് മെറ്റീരിയലായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഓഫ് ട്രൈബൽ ആർക്കിടെക്ചർ ഇൻ മധ്യപ്രദേശ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. മധ്യപ്രദേശിലെ ട്രൈബൽ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോട്ടസ് കമ്മ്യൂണിറ്റി ലീവ്സ് ഇൻ സെപ്പറേറ്റ് ക്ലസ്റ്റർ ഇൻ വില്ലേജ് സെറ്റിൽമെൻറ്റ് ദെയർ വർക്ക് കൾച്ചർ. എന്നാണ് ഓരോ വർക്ക് കൾച്ചർ വെച്ചിട്ട് വേറൊരു സെറ്റിൽമെൻറ്റിന് അല്ലെങ്കിൽ വേറെ ഒരു സ്പേസിലാണ് സെപ്പറേറ്റ് താമസിക്കുന്നത്. ഡ്വെല്ലിംഗ് ഓഫ് പോട്ടേഴ്സ് അറ്റ് ഡാമനോർ ഡിസ്ട്രിക്റ്റ് ഓഫ് മധ്യപ്രദേശ്. ഡാമനോർ ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലുള്ളതാണ് ഇവരുടെ സെറ്റിൽമെൻറ്റ്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ഇവർ കൊടുത്തു എന്നുള്ളതാണ്. പോട്ട് ഉണ്ടാക്കുക, റൂഫ്സ് ഉണ്ടാക്കുക, ക്ലേസ് ഉണ്ടാക്കുക, ബ്രിക്സ്, ചൂളൊക്കെ വയ്ക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഓക്കുപ്പേഷൻ എന്നുള്ളത്. ഇൻ ദ ഫ്രണ്ട് ദർ ഈസ് ആൻ ഓപ്പൺ സ്പേസ് ഫോർ വർക്കിംഗ് ആൻഡ് സെല്ലിംഗ് on the backyard for private space like washing. എന്ന ഫ്രണ്ടിൽ എന്താണ് ഓരോ വർക്കിംഗ് സ്പേസ് ആയിട്ട് സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ളത്. ബാക്കിൽ എന്താണ് ഓരോ പ്രൈവറ്റ് സ്പേസ് വാഷിങ്ങിനും ബാത്തിങ്ങിനൊക്കെ ഹൗസ് ഹോൾഡ് വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന്. ദ എൻക്ലോസ്ഡ് സ്പേസസ് ആർ യൂസ്ഡ് ഫോർ സ്ലീപ്പിംഗ്, കുക്കിംഗ് ആൻഡ് ലിവിങ്. എന്താണ് അടഞ്ഞു കിടക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞത് ഒന്ന് സ്ലീപ്പിങ്ങിനും കുക്കിങ്ങിനും അത് കിടക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സ്പേസാണ്. ടോയ്ലറ്റ്സ് ആർ നോട്ട് അറ്റാച്ച്ഡ് വിത്ത് ദ ഡ്വെല്ലിംഗ്. എന്താണ് ഓരോ വീടിൻ്റെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാവില്ല ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ. എ സെപ്പറേറ്റ് റൂം ഫോർ ഡോങ്കി ഈസ് പ്രൊവൈഡ് ദ നൈറ്റ്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡോങ്കിക്കും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ടൈൽസ് ആർ മോൾഡഡ് ആൻഡ് കാസ്റ്റർ ഓർ മെയ്ഡ് ഫോർ പോട്രി വീൽസ്. എന്താണ് ടൈൽസ് എന്താണ് മോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യും പോട്രി വീൽസിന് വേണ്ടിയിട്ടൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ട്. റാംഡ് എർത്ത് വിത്ത് കൗഡങ് ആണ്. ദ ഫ്ലോറിങ് ഈസ് റാംഡ് എർത്ത്. എന്നാൽ മണ്ണ് തടവിയിട്ട് അതിന് കൂടെ ചാണകം മെഴുകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു 7 പോയിൻ്റ് അല്ലെങ്കിൽ 8 പോയിൻ്റ് എടുത്ത് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് വെർണാക്കുലർ സെറ്റിൽമെൻറ്റ് ഓഫ് ബാംബു വർക്കേഴ്സ്. എന്താണ് അടുത്ത പോയിൻ്റ് ഒന്ന് പോട്ടേഴ്സിൻ്റെ കണ്ടു, ഒന്ന് ബാംബു വർക്കേഴ്സ്. അതിനെ പറഞ്ഞതാണ് ബസോർ എന്നുള്ളത്. കമ്മ്യൂണിറ്റി ലീവ്സ് ക്ലോസ് ടു ദ ഫോറസ്റ്റ്. എന്താണ് ഒരു കൂടുതലായിട്ട് കാടിനടുത്തായിട്ടാണ് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. പീപ്പിൾ ബിലോങ് ടു കമ്മ്യൂണിറ്റി ഓഫ് ബാംബു ക്രാഫ്റ്റ്സ്മെൻ ഹൂ ട്രഡീഷണൽ ഡിപ്പെൻഡ് ഓൺ ദ ബാംബു ഫോർ ദ ലിവ്ലിഹുഡ്. എന്താണ് ക്രാഫ്റ്റ്മെനും ട്രഡീഷണൽ എന്നൊക്കെ വേണ്ടി ലിവ്ലിഹുഡിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഈ ചെയ്യുന്നത്. ദ വാൾസ് ആർ മെയ്ഡ് ഓഫ് തിക്ക് ബാംബു മാറ്റ് കവേർഡ് വിത്ത് മഡ് പ്ലാസ്റ്റർ. എന്താ ബാംബു മാറ്റും കൊണ്ട് വാൾസൊക്കെ ഉണ്ടാക്കിയിട്ട് മഡിട്ട് പ്ലാസ്റ്റർ അതായത് മണ്ണുകൊണ്ട് തേക്കും എന്നുള്ളതാണ്. തിക്ക് ബാംബൂസ് ആർ യൂസ്ഡ് ഫോർ വെർട്ടിക്കൽ സപ്പോർട്ട്. നല്ല തിക്കായിട്ടുള്ള ബാംബൂസ് വെർട്ടിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദ ആറ്റിക് ഫ്ലോർ ഈസ് മെയ്ഡ് ഓഫ് ബാംബു മേറ്റിംഗ് കവേർഡ് വിത്ത് മഡ് പ്ലാസ്റ്റർ. എന്താണ് ബാംബു ഫ്ലോർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മഡ് പ്ലാസ്റ്റർ വെച്ചിട്ടാണ് ബാംബു ഫ്ലോർസ് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിൻ്റെ. റൂഫ് കൺസിസ്റ്റ് ഓഫ് വുഡൻ ട്രസ്റ്റ് റാഫ്റ്റേഴ്സ് ആൻഡ് പേർലിൻസ് ഓഫ് ബാംബു ആർ കവറിങ് കൗണ്ടറി ടൈൽ ആൻഡ് താച്ച്. എന്താണ് ബാംബു പീസസ് അല്ലെങ്കിൽ വുഡൻ ട്രസ് നമ്മുടെ റാഫ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ബാംബുവിൻ്റെ പീസ് അല്ലെങ്കിൽ വുഡൻ ട്രസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതാണ് നമുക്ക് മധ്യപ്രദേശിലുള്ള ട്രൈബലിൻ്റെ പാറ്റേൺസിലൊന്ന് പോട്രിയാണ്, ഒന്ന് ബസോർ അതായത് ബാംബുവിൻ്റെ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മേജർ ക്യാരക്ടർ ഫീച്ചേഴ്സ് ഓഫ് കൂത്തമ്പലം യൂസിങ് സ്കെച്ചസ്. കൂത്തമ്പലം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൻ്റെ സ്കെച്ചസ് ചെയ്യാന്നുള്ളത്. കൂത്തമ്പലം ഇസ് എ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് തിയേറ്റർ ബിൽഡിംഗ് ഇൻ കേരള. കേരളത്തിൽ തിയേറ്റർ ബിൽഡിങ്ങിൻ്റെ ഒരു ട്രഡീഷണൽ ടൈപ്പിനെ പറഞ്ഞ പേരാണ് കൂത്തമ്പലം എന്ന്.
ഇറ്റ് ഈസ് ദ ഓൺലി ട്രഡീഷണൽ ബിൽഡിംഗ് ടൈപ്പ് എക്സ്ക്ലൂസീവ്ലി ഡെവോട്ടഡ് ഫോർ തിയേറ്റർ പെർഫോമൻസിന് വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൂത്തമ്പലമാണ്. കൂത്തമ്പലം ഈസ് ട്രഡീഷണലി ആൾവേസ് ലൊക്കേറ്റഡ് വിത്ത് വൺ ഓഫ് ദ ലാർജ് ഏരിയ ഓഫ് ടെമ്പിൾ കോംപ്ലക്സ് ഇൻ കേരള. എന്താണ് കൂടുതൽ ടെമ്പിൾ കോംപ്ലക്സിന് കൂടുതൽ അടുത്താണ് ഈ കൂത്തമ്പലം സിറ്റുവേറ്റ് ചെയ്യുന്നത്. കൂത്തമ്പലം യു ക്യാൻ സീ ഇൻ ദ ഡിസ്റ്റൻസ് കീപ് ഡീപ്പ് ഇൻസൈഡ് a little roof inside and a building. The കൂത്തമ്പലം is a shelter with a shelter or room within a room. എന്താണ് കൂത്തമ്പലം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡീപ്പ് ഡിസ്റ്റൻസ് ഒന്നും വല്ലാണ്ട് ഡിസ്റ്റൻസ് ഒന്നും കൊടുക്കണം. റൂഫ് ഇൻസൈഡ് ദ ബിൽഡിംഗ്, അത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ റൂഫായിട്ടാവും. അല്ലെങ്കിൽ കൂത്തമ്പലം ഷെൽട്ടർ വിത്തിൻ ഷെൽട്ടർ ആയിട്ടാവും. അല്ലെങ്കിൽ റൂം വിത്തിൻ എ റൂം, ഒരു റൂമിൻ്റെ ഉള്ളിൽ റൂമായിട്ടുള്ളതിലാണ് കൂത്തമ്പലം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ റെക്ടാങ്കുലർ ഇൻ പ്ലാൻ വിത്ത് ഹിപ്പ്ഡ് റൂഫ് വിത്ത് എ സ്ലോപ്പ് ഓഫ് 45. എന്താണ് റെക്ടാങ്കുലർ പ്ലാനാണ്, 45 ഡിഗ്രി സ്ലോപ്പിലാണ് റൂഫ് ചെയ്തിട്ടുള്ളത്. with its dark interior stands another wooden structure with the roof over the stage. എന്താണ് സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ ഡാർക്ക് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കൂത്തമ്പലത്തിൻ്റെ പ്ലാൻ. നമ്മൾ പറഞ്ഞു റെക്ടാങ്കുലർ പ്ലാനാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇത് സ്റ്റേജ് പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റൂമുള്ള ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂത്തമ്പലത്തിൻ്റെ അത് പറഞ്ഞു 45 ഡിഗ്രി സ്ലോപ്പ് റൂഫാണ് 45 ഡിഗ്രിയിൽ എന്നുള്ള ഇതെന്താണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ സ്കെച്ചസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കെച്ചസ് എന്തായാലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അത് സ്റ്റേജ് ഈസ് ദ ലിറ്റിൽ ഫ്ലാറ്റ് റേസ്ഡ് പോർഷൻ. സ്റ്റേജ് അത് കുറച്ച് റേസ്ഡ് പോർഷനിൽ റെസ്റ്റ് ഓഫ് ദ സ്പേസ് ഓൾസോ ഫ്ലാറ്റ് അറൗണ്ട് ദ സ്റ്റേജ് സി ഷേപ്പിലാണ് ഇതിൽ. അപ്പോൾ സ്റ്റേജ് റേസ്ഡ് പോർഷനാണ്, അതിൻ്റെ ഇവിടെയൊക്കെ സി ഷേപ്പിൽ ഇവർ സ്പേസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്തുകൂടാം. പിന്നെ അടുത്തത് ഐഡൻറ്റിഫൈ കിനൗർ ഹൗസസ് ഹിമാചൽ പ്രദേശ്. എന്താണ് യൂസിങ് സ്കെച്ചസ്. കിനൗർ ഹൗസ് ഹിമാചൽ പ്രദേശിലെ ഹൗസസിന് ഇത് സ്കെച്ച് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗൗശാല ഓൺ ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ താഴെ എന്താണ് ഇവിടെ ഗൗശാല, അതായത് തൊഴുത്തൊക്കെ എന്താണ് ഈ ബിൽഡിങ്ങിന് താഴെ ആകുമ്പോൾ ചെയ്തിട്ടുണ്ടാവുക. കാറ്റിൽ ഫാമൊക്കെ അതിൻ്റെ 3 ഫ്ലോർസ് ആയിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ എന്താണ് ഒന്ന് താഴെയുള്ളത് ഗൗശാല, അതായത് തൊഴുത്ത് ഇതൊക്കെ വരും. സെക്കൻഡ് ഫ്ലോറിൽ വരെ സ്റ്റോറേജും ഇവർ കൃഷിയും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റോറേജും സാധനങ്ങളൊക്കെ ഇവർ സെക്കൻഡ് ഫ്ലോർസിലാണ് ഇവർ ചെയ്യുക. പിന്നെ തേർഡ് ഫ്ലോറിലാണ് ഗ്രൗണ്ട്, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവർ ബിൽഡിങ്ങുകൾ ലിവിങ്ങും സ്പേസും ഇതൊക്കെ ഇവർ വീടും ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. താഴെയാണ് ഇവിടെ ഗൗശാല, അതായത് തൊഴുത്ത് വരിക. ഫസ്റ്റ് ഫ്ലോറിൽ ഇവരുടെ സ്റ്റോറേജും കാര്യങ്ങളും അതിൻ്റെ മേലെ, അതായത് സെക്കൻഡ് ഫ്ലോറിൽ അവർ താമസിക്കുക എന്നുള്ളതാണ്. ദ മിഡിൽ ലെവൽ ഓഫ് ദ ഹൗസ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോർ പ്രാക്ടിക്കൽ ഐറ്റംസ്. ഇവരെ പ്രാക്ടിക്കലായിട്ട് ഇവർ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണെന്ന്. ഹൗസ് ഈസ് ലാർജ് ഇനഫ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഡോർ ഗ്രാനറി. എന്താണ് ഒരു ഇൻഡോർ ഗ്രാനറിയും കൂടി ഇവർ നല്ല വലിയ വീടാണെങ്കിൽ ഇവർ യൂസ് ചെയ്യാറുണ്ടെന്ന്. The middle zone act as a buffer between living area upstairs and the smells of cattle downs. എന്താണ് ഈ മിഡിൽ ഫ്ലോർ എന്നുള്ളത് ശരിക്കും താഴെ തൊഴുത്തും നോക്കണ്ടല്ലേ, കാറ്റിൽ ഗൗശാല ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സ്മെല്ലിൽ നിന്നൊക്കെ ഇത് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. ദ റൂംസ് ഓൺ ദ അപ്പർ ഫ്ലോർ ആണ് മെയ്ഡ് ബ്യൂട്ടിഫുള്ളി കാർവ്ഡ് ലോക്കൽ വുഡ്. എന്താണ് ബ്യൂട്ടിഫുൾ മേലത്തെ റൂം, അതായത് ലിവിങ് സ്പേസ് എന്താണ് നല്ല ലോക്കൽ വുഡൊക്കെ വെച്ചിട്ട് കാവ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ഇതുണ്ടാവും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു താഴെ ഗൗശാല ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റോറേജ്, മേലെ ലിവിങ് റൂമാണെന്ന് പറഞ്ഞു. ലിവിങ് റൂമും ഗൗശാല സ്മെല്ലിന് ബഫറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ സ്റ്റോറേജാണ് ബഫറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് മേലുള്ള ലിവിങ് സ്പേസിനൊക്കെ എന്താണ് ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല വുഡൻ കാവ്സും ഇതൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഐഡൻറ്റിഫൈ ദൂഗാസ് വിത്ത് സ്കെച്ചസ്. ധൂങ്കാസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൂവിങ് ഹൗസാണ്. ദ ഔട്ടർ വാൾസ് വെർ മെയ്ഡ് ഓഫ് ബാംബൂ മാറ്റ്സ്. എന്താണ് ഇതിൻ്റെ പുറത്തുള്ള എന്താണ് വാൾസ് എന്ന് ബാംബൂ മാറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യൂസിങ് പോൾസ് അത് ഔട്ടർ സ്ട്രക്ചർ ഫ്രെയിം വിൽ ബി ഫോംഡ്. എന്താണ് ഔട്ടർ സ്ട്രക്ചർ പോൾസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ടോപ്പ് മോസ്റ്റ് റൂഫിംഗ് വിൽ ബി യൂസ്ഡ് സ്ലേറ്റ് മെറ്റീരിയൽസ്. എന്താണ് ടോപ്പ് മോസ്റ്റ് മേലുള്ള മെറ്റീരിയൽസൊക്കെ നല്ല സ്ലേറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ഫ്രണ്ട് വരാന്ത ലീഡ്സ് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ. എന്താണ് ഫ്രണ്ട് വരാന്ത ലിവിങ്ക്ക് ആണ് ഇതിൻ്റെ പ്ലാന്.
ഫ്രണ്ടിൽ നിന്ന് ലിവിങ് ഒക്കെ ഉണ്ട്, ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്, ഇവിടെ വരാന്ത ബാക്കിലോട്ടുണ്ട് അല്ലേ. ഇവിടെയാണ് ബെഡ്റൂം സംഭവങ്ങളൊക്കെ ഇത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ ടിപ്പിക്കൽ ഹൗസ് ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് അതുപോലുള്ളതാണ്. കാശ്മീരിൽ കണ്ടുവരുന്നൊരു ബിൽഡിങ്ങിൻ്റെതാണ്. ബോട്ട് ബിൽഡിംഗ് ഇൻ കാശ്മീർ ഇൻ ആൻ ആൻഷ്യൻ ക്രാഫ്റ്റ് പാസ്ഡ് ഫ്രം ജനറേഷൻ മാസ്റ്റർ ക്രാഫ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ആണ്. അതിന് ആൻഷ്യൻ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്മെൻഷിപ്പിനെ കൂടെ വർക്കാണ് ഉള്ളത്. അപ്പോൾ ബോട്ട് വാസ് അക്കമ്പൈൻഡ് ബൈ എ സ്മാൾ ബോട്ട് വിച്ച് വാസ് മെയിൻലി യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഹൗസ് ബോട്ട് എന്നാണ് ഒരു ചെറിയ ബോട്ടും കൂടെ ഇതൊക്കെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് കുക്കിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കെച്ചും ഇതിൻ്റെ 7 പോയിൻറ്റും കൂടെ എഴുതിക്കോളുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കച്ച് ഹൗസ് ഓഫ് കാശ്മീർ. കച്ച് ഹൗസ് കാശ്മീരിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ട്രഡീഷണൽ ബിൽഡിങ്സ് ആർ ഓഫ് 2 കാറ്റഗറീസ് ഓൺ ദ ബേസ് ഓഫ് പ്ലാൻ, സ്ക്വയർ പ്ലാൻ ആൻഡ് ലീനിയർ പ്ലാൻ. എന്താണ് 2 ബിൽഡിംഗ് പ്ലാൻ ആയിട്ടുള്ളതാണ്. ഒന്ന് സ്ക്വയർ ലീനിയർ പ്ലാൻ ആയിട്ടാണ് വരുന്നത്. ദീസ് ഡ്വെല്ലിങ്സ് വർ ഒക്കുപ്പൈഡ് ബൈ ജോയിൻറ്റ് ഫാമിലീസ്. മോസ്റ്റ്ലി ദേ വർ സ്ക്വയർ ഇൻ പ്ലാൻ ഹാവിങ് വിൻഡോസ് ഓൺ ആൾ സൈഡ്സ്. എന്താണ് കൂടുതലായിട്ട് സ്ക്വയർ പ്ലാൻസ് വരുന്നത് ജോയിൻറ്റ് ഫാമിലീസിലാണ്. അപ്പോൾ വിൻഡോസ് 4 സൈഡും വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻ എൻട്രൻസ് ഓപ്പണിംഗ് ഇൻ ടു സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റെയർ കേസ് ലോബി. മെയിൻ എൻട്രൻസ് ഓപ്പണിംഗ് ഇൻ ടു സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റെയർ കേസ് ലോബി. എന്താണ് മെയിൻ എൻട്രൻസ് എന്താണ് ഒരു സ്റ്റെയർ കേസ് ലോബിക്കാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് അണ്ടർനീത്ത് ദ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റെയർ കേസ് ഈസ് യൂസ് ഫോർ സ്റ്റോറേജ്. എന്താണ് സ്റ്റെയർ കേസ് അതായത് കോണിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി ഡോർ വിൽ ബി പ്ലേസ്ഡ് ഇൻ ദ വാൾ സെപ്പറേറ്റിംഗ് പ്രൈവറ്റ് കോർട്ട് ഫ്രം ദ സ്ട്രീറ്റ്. ഡോർ ഫ്രം ദ പ്ലേസ്ഡ് വാൾ സെപ്പറേറ്റഡ്. ഒരു ഡോർ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ് കോർട്ട് ഫ്രം ദ പ്രൈവറ്റ്സ്. ഒരു പ്രൈവറ്റ് കോർട്ട് മാതിരിയാണ്, സ്ട്രീറ്റിൽ നിന്ന് പ്രൈവറ്റ് സ്പേസ് മാതിരിയാണ് കൊടുക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഹൗസസ് ഹാവ് ഹീറ്റഡ് ലിവിങ് റൂം വിത്ത് കുക്കിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. ഗ്രൗണ്ട് ഫ്ലോർ ഹൗസ് തന്നെ ലിവിങ്ങും കുക്കിങ്ങും ഡൈനിങ് ഏരിയാസിലാണ്. ബെഡ്റൂം ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോർ. ബെഡ്റൂംസൊക്കെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർസിലൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. This in some cases also includes for a projecting window wooden by window. എന്താണ് ഓരോന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള വുഡനും ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ട്രഡീഷൻസ് ഓഫ് ദിസ് റൂം ഇൻ ഡ്യൂറിങ് സമ്മേഴ്സ് ഇൻ ഓർഡർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് കൂൾ ബ്രീസ്. ഇതിൻ്റെ മെയിൻ ട്രഡീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ചൂട് കാലത്ത് പുറത്ത് നല്ല കൂൾ ബ്രീസൊക്കെ